കഴിയില്ല. ദൈവാത്മാവ് ഒരു സ്പിരിച്വൽ വാർഫെയറിന്റെ മേഖലയിലേക്ക് പോകുന്നത് ഞാൻ ആത്മാവ് തിരിച്ചറിയുന്നു. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മെസ്സേജ് ഞാൻ ഓടിക്കയറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് റൂട്ട് മാറ്റിയാൽ എന്നോട് വണങ്ങല്ല്. നിങ്ങൾ ചിലർ ആരൊക്കെയോ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്, പാസ്റ്റർ ഇതൊക്കെ പാസ്റ്റർ മുമ്പേ പറഞ്ഞ വല്യപ്പന്റെ വല്യമ്മയുടെ കാലത്തിലല്ലേ? അല്ല. ചോദിച്ചത് ഒരു തലമുറയാ, ചിന്തിച്ചത് നിന്ന മാറണമെന്ന്. എന്നാ ദൈവം കൊടുത്തത് ചോദിച്ചതല്ല, നനച്ചതല്ല. ദാൻ മുതൽ ബേർശേബ വരെ ജനം ഭയക്കുന്ന പ്രവാചകനെയാ കൊടുത്തത്. കാലത്തെ നമ്മുടെ വേദ വിചിന്തനത്തിനായി വിശുദ്ധ തിരുവെഴുത്ത് നമുക്കെല്ലാവർക്കും സുപരിതമായ 2 വാക്യം. അപ്പോസ്തലനായ പൗലോസ് എഫെസോസ് എഴുതിയ ലേഖനം, എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 20 and 21. ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. നമുക്ക് ദിവസം ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങൾ ഒന്നിച്ച് ദൈവസന്നിധിയിൽ അടുത്ത് വരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ആരാധന ഈ ഭൂമിയുടെ വരപ്പിൽ ഈ പകൽക്കാലവും ഞങ്ങൾക്ക് നൽകുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. ഇവിടെ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ വിലയിരുപ്പത്തിനായി കൂടെ അധ്വാനിക്കുന്ന വിലപ്പെട്ട ദൈവദാസന്മാർക്കായി സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന എല്ലാ അഭിഷക്ത വൃന്ദങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, ഇവിടെ ആയിരിക്കുന്ന വിലപ്പെട്ട ദൈവമക്കൾക്കായി സ്തോത്രം. പരിശുദ്ധ ആത്മാവേ, എളിവനെയും കർത്താവ് കൂട്ടി വരുത്തിയല്ലോ. ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവാത്മ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ കർത്താവേ. ദൈവഹിതമല്ലാത്തൊരു വാക്കുപോലും വരരുത്. ദൈവാത്മ ശബ്ദത്തിനും ദൈവാത്മ വിടുതലുകൾക്കുമായി ഞങ്ങൾ ആഗ്രഹിച്ച ദൈവത്തിന്റെ അടുത്ത് വരുന്നു. പ്രാർത്ഥന കേട്ടല്ലോ, യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമത്തോട് ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസമല്ലായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന കർത്തല്ലായിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ആരാധന ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ വലിയൊരു ദാസൻ, അതുപോലെ കർത്താവിൽ ഞാൻ ജ്യേഷ്ഠപുര്യ സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസൻ സമതു മാസ്റ്റർ, ഈ ചർച്ചിന്റെ എക്സിക്യൂട്ടീവ്സ്, വിശേഷാലൂടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യത്തിൽ ദൈവജനമായിട്ടായിരിക്കാൻ ഈ ഭൂമിയുടെ വരപ്പ് കർത്താവർക്ക് നല്ല നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2-3 സെക്ഷനിൽ കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങളുടെ മധ്യത്തിൽ ദൈവജനമായിട്ടായിരിക്കാൻ ഈ ഭൂമിയുടെ വരപ്പ് കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. സ്തോത്രം. ആ വലിയ സമയത്തെ ഓർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 സെക്ഷനിൽ നമ്മൾ ആ മീറ്റിംഗ് പങ്കെടുത്തവർക്കറിയാം. 2 കൊരിന്ത്യർ അതിൻ്റെ 6-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമായി തീരരുതെന്ന് സഹപ്രവർത്തിക്കാരായി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 2 സെക്ഷനെ നമ്മൾ തുടർമാനമായി ആ വാക്യത്തെ ചിന്തിക്കാനിടയായി. അന്നുണ്ടായിരുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, മെസ്സേജ് ശ്രദ്ധിച്ചവർക്കറിയാം, പ്രസംഗം പൂർണ്ണമായിട്ടില്ല. ഇനി അറ്റ്ലീസ്റ്റ് ഒരു സെക്ഷനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രസംഗത്തിൻ്റെ എവിടെയെങ്കിലും നമുക്കൊന്ന് ഓടി എത്താൻ പറ്റത്തുള്ളൂ ആ സബ്ജക്റ്റിൽ. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല. ഇന്ന് രാവിലെ കർത്താവ് ഈ ഒരു വാക്യത്തിൽ നിന്ന് ശാന്തമായ ഒരു വചന പഠനം പോലെ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കാനാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ചത്. എഫേസ്യ ലേഖനം 3-20-21 വാക്യം വെച്ച് കർത്താവിന്റെ ദാസനെ ഓർപ്പിച്ച പോലെ ഈ വരുന്ന ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് അവസരം ഒരുക്കിയാൽ, കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാം. ആ സമയത്ത് ഞാൻ 2 കൊരിന്ത്യർ 6-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതിൽ നിന്ന് ചേർത്ത് ചില ചിന്തകൾ കൂടെ പങ്കുവെച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് നമുക്കെല്ലാവർക്കും സുപരിതമായൊരു വാക്യത്തിന് ചില ചിന്തകളാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വായിച്ച വാക്യം ഒരു പ്രാവശ്യം കൊണ്ടൊന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. ഇനി നിങ്ങൾ ബൈബിൾ അടച്ചാലും കുഴപ്പമില്ല. ഇനിയുള്ള ഏകദേശം 1 മണിക്കൂർ നിങ്ങളുടെ ശ്രദ്ധ ഞാനിവിടെ ക്ഷണിക്കുക. നമുക്കെല്ലാവർക്കും കാണാപ്പാടമായ ഒരു വാക്യമാണിത്, അല്ലേ? പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ തലത്തിൽ നമ്മൾ ഉരുവിടുന്ന കർത്തൃദാസന്മാർ പലപ്പോഴും പ്രസംഗത്തിന്റെ മധ്യത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ പിന്നിലെ ഒരു പിൻബലമായി പലപ്പോഴും ഈ വാക്യങ്ങൾ പറയാറുണ്ട്. എന്നാൽ ഈ വാക്യം ഒരു വചന പഠനം പോലെ ചിന്തിച്ച്
ഒന്ന് പ്രാർത്ഥിക്കാൻ കർത്താവിന് കൃപ ശരണപ്പെടുക. അപ്പോസ്തലൻ പൗലോസ് എഫെസോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ സഭയോട് പറയുകയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തൽപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് എന്നാണ് കിടക്കുന്നത്. ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിന്നത്തെ നമ്മുടെ പ്രധാന വിഷയം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പ്രാപ്തി എന്ന വിഷയമാണ്. പ്രാപ്തനായ ക്രിസ്തു. വളരെ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട് അവർക്കൂടെ മനസ്സിലാകുന്നതിന് എത്രയും ഞാൻ ഡൈലൂട്ട് ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നത്. പ്രാപ്തനായ ക്രിസ്തു, പ്രാപ്തനായ ക്രിസ്തു. വേറെ പുസ്തകത്തിൽ പലയിടത്ത്, വിശേഷാൽ പുതിയ നിയമത്തിൽ പലയിടത്ത് ആവർത്തിക്കപ്പെടുന്ന വാക്കാണ് ഹീസ് ഏബിൾ. ഹീസ് ഏബിൾ. അവൻ പ്രാപ്തനായവനാണ്. പ്രാപ്തനായവൻ. ഈ ഹീസ് ഏബിൾ എന്ന് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, സർവശക്തനെ കുറിച്ച് പറയുമ്പോൾ, എല്ലായിടത്തും ഹീസ് ഏബിൾ എന്ന് പറയുന്ന ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലല്ല, പല വിഷയത്തോടുള്ള ബന്ധത്തിലാണ് പുതിയ നിയമത്തിൽ ന്യൂ ടെസ്റ്റമെന്റ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവ് പ്രാപ്തനാണ്. വാക്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കാണാപ്പാടമായ വാക്യങ്ങളാണ്. പക്ഷെ അപ്പോൾ ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു, പ്രാപ്തനായ ക്രിസ്തു, ഹീസ് ഏബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ കോണ്ടക്സ്റ്റുകൾ, ബാക്ക്ഗ്രൗണ്ടുകൾ വ്യത്യസ്ത വിഷയമാണ്. പല വിഷയത്തോടുള്ള ബന്ധത്തിൽ ആ വചനം പറയുന്നത് നമ്മുടെ കർത്താവ് പ്രാപ്തനാണ്. പ്രാപ്തനാണ്. അപ്പോൾ ഇവിടെ തന്നെ കിടക്കുന്ന, മലയാളത്തിൽ നമുക്ക് പ്രാപ്തൻ എന്നൊരു വാക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഇവിടെയും ഇംഗ്ലീഷിൽ കിടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച ഇംഗ്ലീഷ് ബൈബിൾ യൂസ് ചെയ്യുന്നവർക്കറിയാം, ഹീസ് ഏബിൾ എന്നൊരു വാക്ക് അവിടെ കിടപ്പുണ്ട്. കർത്താവ് പ്രാപ്തനാണ്. ഇവിടെ പറയുന്ന വിഷയം, ബാക്കി ഏകദേശം അതൊരു സർമൺ സീരീസ് ആണ്. ഹീസ് ഏബിൾ എന്ന വിഷയം, കർത്താവ് പ്രാപ്തനാണ്. ഏകദേശം 8 കാര്യങ്ങൾക്ക് നമ്മുടെ കർത്താവ് പ്രാപ്തൻ. ഏകദേശം 8 കാര്യമുണ്ട്, 8 അല്ല, അത് കൂടുതലുണ്ട്. മെയിനായിട്ട് ഒരു സർമൺ സീരീസ് എടുക്കുകയാണെങ്കിൽ ഹീസ് ഏബിൾ എന്ന് പറയുന്ന 8 മേഖലകളുണ്ട്. നമ്മുടെ കർത്താവ് പ്രാപ്തനാണ്. അതിലെ ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായിട്ട് നമ്മൾ എടുക്കുന്നത്. ബാക്കിയൊന്നും നമ്മൾ തൊടാൻ നമുക്ക് സമയമില്ല. ഇവിടെ പറയുന്നത്, പൗലോസ് പറയുന്നു ഹീസ് ഏബിൾ എന്ന് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രാർത്ഥനയുടെ മേൽ പ്രവർത്തിക്കാൻ നമ്മുടെ കർത്താവ് പ്രാപ്തനാണ്. നിങ്ങൾക്ക് ആശയം മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയുടെ മേൽ, പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാവർക്കും അല്ല ഈ സന്ദേശം, പ്രാർത്ഥിക്കുന്നവർക്ക് ബലം വരാൻ വേണ്ടി, ഒന്നും കൂടെ പ്രാർത്ഥനയ്ക്ക് മൂർച്ച കൂട്ടാൻ വേണ്ടി, ഒന്നും കൂടെ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി, പഠിതാക്കളുടെ അഭിപ്രായത്തിൽ പ്രാർത്ഥനാ ഗിരികളിൽ കയറി ആത്മാവിൽ പടവെട്ടാൻ വേണ്ടി, ഒന്നും കൂടെ നമ്മുടെ ശുദ്ധ മനസ്സാക്ഷിയെ തൊട്ടുണർത്തുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം എന്തുണ്ടോ അതിന്മേൽ പ്രവർത്തിക്കാൻ, അതിന്മേൽ കരം ചലിപ്പിക്കാൻ പ്രാപ്തരായ ഒരു ക്രിസ്തു ഉയരത്തിൽ നമുക്കുണ്ട് എന്നാണ് ഈ വാക്യത്തിനകത്ത് ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ നമുക്ക് ചിന്തിക്കേണ്ടത്, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പ്രവർത്തിപ്പാൻ പ്രാപ്തനായ ക്രിസ്തു, ഈ വിഷയമാണ് നമ്മൾ വരുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. ഇത് യഥാർത്ഥത്തിൽ ഒരു ചെറിയ വചന പഠനമല്ല, അല്പം ഗ്രഹിച്ചെങ്കിലേ മനസ്സിലാകൂ. പക്ഷേ ഞങ്ങൾ പല ആവർത്തി വായിച്ചിട്ടുള്ളതും, ഞങ്ങൾക്ക് ബൈബിളിനകത്ത് ഏകദേശം ഒരു 10-15 വാക്യം മാത്രമേ കാണാതറിയത്തുള്ളൂ. അതിലറിയാവുന്ന ഒരു വാക്യമാണ്. ഏത് വാക്യം? ഈ വാക്യം ശ്രദ്ധിക്കണേ. അതുകൊണ്ട് പാഷ ഇതെത്ര ഞങ്ങൾ കേട്ടത് അല്ല, കേൾക്കാത്തൊരു ദൂത് പങ്കുവെക്കാൻ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചത്. ഞാൻ ഓടി വരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ അറ്റൻഷൻ ഇവിടെ കേട്ടണം. നമുക്ക് ആ പ്രാപ്തനായ ക്രിസ്തു എന്ന വിഷയത്തിലൊക്കെ കയറേണ്ടത്. പക്ഷേ ഇതങ്ങനെ പറഞ്ഞാൽ ഈ വാക്യം മനസ്സിലാകില്ല. ഇതിന്റെ പശ്ചാത്തലം 1-2 കാര്യം മാത്രം ഒന്ന് തൊട്ടിട്ട് നമ്മൾ ഈ വാക്യത്തിലേക്ക് ഓടി വരാൻ ആഗ്രഹിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ അപ്പോസ്തലനായ പൗലോസിന്റെ 3ാമത്തെ മിശ്ര യാത്രയിൽ പൗലോസ് സ്ഥാപിച്ച സഭയാണ് എഫെസോസ് സഭ. അതൊക്കെ നമ്മൾ പൗലോസിന്റെ 3 പറയുന്നു, 4 പറയുന്നു, അങ്ങനെ വ്യത്യസ്ത മിശ്രയാത്രകളുണ്ട്. പക്ഷേ ഞാൻ 4 മിശ്രയാത്ര ഉണ്ടെന്നാണ് പഠിപ്പിക്കാറുള്ളത്. പൗലോസ് 3 അല്ല 4 മിശ്രയാത്രകൾ ചെയ്തു എന്ന് പഠിപ്പിക്കുന്നു. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ പൗലോസിന്റെ 1ാമത്തെ മിശ്രയാത്ര, ഞാനിവിടെ അല്പം സ്പീഡിൽ പോകുന്നു. ഹിസ്റ്ററി ആയതുകൊണ്ടും നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് കൊണ്ട് നമ്മൾ സ്പീഡിൽ പോകുന്നു. പിന്നെ നമ്മൾ പതുക്കെ വരും, കാരണം നമ്മുടെ സമയത്തോടി എത്തണം. അപ്പോൾ പൗലോസിന്റെ 1ാമത്തെ മിശ്രയാത്ര, പൗലോസ് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമായി യാത്ര ചെയ്ത്, കുറച്ച് സ്ഥലങ്ങളിൽ ആ യാത്ര ചെയ്തിട്ട് പൗലോസ് തിരിച്ച് അന്ത്യോക്യയിൽ വന്നു. അന്ത്യോക്യയിൽ വന്ന പൗലോസ് തൻ്റെ 2ാമത്തെ മിശ്രയാത്ര ആരംഭിക്കുന്നു. ആ 2ാമത്തെ മിശ്രയാത്ര കഴിഞ്ഞ ദിവസം പറയാനിടയായി. യഥാർത്ഥത്തിൽ പൗലോസിന്റെ ആഗ്രഹം ആസ്യയിൽ വചനം പ്രസംഗിക്കണം. എവിടെയാണ്? ആസ്യയിൽ. അന്നുള്ളവർക്കറിയാം ആസ്യയിൽ, അതുകൊണ്ടൊന്നും വിവരിക്കുന്നില്ല. ആസ്യയിൽ വചനം പ്രസംഗിക്കണം. യഥാർത്ഥത്തിൽ ആസ്യ എന്ന് പറയുന്നത് ഏഷ്യയാണ്. ഇംഗ്ലീഷ് നോക്കിയാൽ ഏഷ്യ എന്നാ കിടക്കുന്നത്, അതായത് ഒരു കോണ്ടിനെന്റ്. അപ്പൊ നമ്മൾ ഇതിക്ക് പൗലോസിനെ പോലെ ഒരാൾക്ക് അന്നത്തെ യാത്രാ സൗകര്യങ്ങൾ പരിമിതമായ കാലത്ത്, അന്നത്തെ ടെക്നോളജികൾ പരിമിതമായ കാലത്ത് ഏഷ്യ മൊത്തം പ്രസംഗിക്കാൻ പറ്റുമോ? പറ്റില്ല. യഥാർത്ഥത്തിൽ ആസ്യ എന്ന് പറയുന്നത് ഏഷ്യ മൊത്തമല്ല, എഫെസോസിൽ പ്രസംഗിക്കണം എന്നാ പൗലോസ് ആഗ്രഹിച്ചത്. എവിടെയാ?
ഉറക്കെ പറ, എപ്പസോസിൽ. കാരണം ആ വിഷയമൊക്കെ കഴിഞ്ഞ ദിവസം തൊട്ടതാണ്. കർത്താവ് വെച്ചാൽ ഈ ആഴ്ച ഒന്നും കൂടെ നമ്മൾ ആ വിഷയത്തിൽ വരും. അപ്പൊ എപ്പസോസിൽ പ്രസംഗിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ പൗലോസ് ആഗ്രഹം ഉൾത്തടത്തിൽ ഒതുക്കി പൗലോസ് ത്രോവാസിൽ ചെല്ലുന്നു. അവിടെ വെച്ച് താൻ പ്രാർത്ഥിച്ചു തനിക്ക് ആസ്യയിൽ പ്രസംഗിക്കണം. ഉടനെ പരിശുദ്ധാത്മാവ് തന്നെ വിലക്കി. ഉടനെ പൗലോസ് ആഗ്രഹിച്ചു ഈ എപ്പസോസിന്റെ തൊട്ടടുത്തൊരു പട്ടണമുണ്ട് ബിദൂനിയ, അവിടേക്ക് പോകാൻ പൗലോസ് ആഗ്രഹിച്ചു. അപ്പോഴും കർത്താവിന്റെ ആത്മാവ് തടുത്തു. അപ്പോഴാണ് പൗലോസിന് മാസിഡോണിയൻ കോളിംഗ് കിട്ടുന്നത്, മക്കദോനിയ വിളി. അങ്ങനെ പൗലോസ് രണ്ടാമത്തെ മിഷൻ യാത്രയിൽ പൗലോസ് നേരെ യൂറോപ്പിലേക്ക് മാസിഡോണിയയിലേക്ക് പോയി. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒന്നാമത് പ്രസംഗിച്ചത് ഫിലിപ്പിയ പട്ടണത്തിലാണ്, രണ്ടാമത് പ്രസംഗിച്ചത് തെസ്സലോനിക്ക പട്ടണത്തിലാണ്, മൂന്നാമത് പ്രസംഗിച്ചത് ബെരോവയിലാണ്, നാലാമത് പ്രസംഗിച്ചത് ഏതൻസിന്റെ തെരുവുകളിലാണ്, അഞ്ചാമത് പ്രസംഗിച്ചത് കൊരിന്ത് പട്ടണത്തിലാണ്. അങ്ങനെ 5 ദേശത്ത് സഭ സ്ഥാപിച്ച്, ഉറക്കെ പറഞ്ഞാട്ടെ, എവിടൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ ആ പ്രസംഗം പൂർത്തിയായത് സഭയുടെ അടിസ്ഥാനത്തോടു കൂടെയാണ്. ആശയം മനസ്സിലാകുന്നവരൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അവിടെ ഞാൻ ഈ ഓടിച്ചു വിടുമ്പോ തന്നെ പരിശുദ്ധാത്മാവിന് കൈമാറാൻ ചില ദൂതുണ്ട് കേട്ടോ. നമ്മുടെ ഏത് പ്രസംഗങ്ങളുടെയും ലക്ഷ്യമേ ഉള്ളൂ, ദൈവസഭ ഭൂമി സ്ഥാപിക്കപ്പെടണം. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു മീറ്റിംഗ് നടത്തിയെന്നല്ല, ഒന്ന് കൈയടിച്ചെന്നല്ല, ഒന്ന് പാട്ട് പാടിയെന്നല്ല. അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രികളുടെ, നമ്മുടെ മിഷന്റെ, നമ്മൾ കേട്ടിട്ടുണ്ട് മിഷ്യോ ഡൈ എന്നൊരു വാക്കുണ്ട്. അല്ല, മിഷൻ ഓഫ് ഗോഡിനുണ്ട് അല്ലേ? നമ്മൾ കേൾക്കുന്ന വാക്ക മിഷ്യോ ഡൈ. അല്ല, മിഷൻ ഓഫ് ഗോഡ്. മിഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ല. ഡിവൈൻ മിഷൻ എന്ന് പറയുന്നത്, സുവിശേഷീകരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ല, ഒരു സംഘടനയുടേതല്ല. മിഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. ആശയം മനസ്സിലാകുന്നുണ്ട്? അറിയാണ്, മിഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെയാണ്. ദൈവത്തിന്റെ മിഷന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ തിരുസഭ ഭൂമി സ്ഥാപിക്കപ്പെടുക എന്നുള്ളതാണ്. ഞാൻ എന്തിനാ സമയമില്ലെങ്കിലും പറഞ്ഞെന്ന് ചോദിച്ചാൽ, പൗലോസ് എവിടെങ്കിലുമൊക്കെ പ്രസംഗിച്ച് ഞാൻ ഇന്നടത്തൊക്കെ പോയി ഇന്നടത്തൊക്കെ പ്രസംഗിച്ചെന്നല്ല പറഞ്ഞത്. എവിടെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ടേ പോയിട്ടുള്ളൂ. ശ്രോത്രം, എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റും? ഒരു സഭ സ്ഥാപിച്ചിട്ടേ താൻ പോയിട്ടുള്ളൂ, തന്നാൽ സ്ഥാപിക്കപ്പെട്ടെന്ന് പറയത്തക്ക വേണം. അങ്ങനെയൊക്കെ ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കാം. ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുന്നു, സഹോദരങ്ങൾ ഇവിടെ പാട്ടുപാടുന്നു, കർത്തൃദാസൻ ഇവിടെ ലീഡ് ചെയ്യുന്നു, ഇതൊക്കെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. നമ്മളൊക്കെ ഈ ആരാധനയുടെ ഭാഗമായിരിക്കുമ്പോ ഇതിന്റെയൊക്കെ പിന്നെ പരമപ്രധാനമായ ഏക ലക്ഷ്യം മാത്രം, ആ ലക്ഷ്യം ദൈവസഭ ഭൂമി സ്ഥാപിക്കപ്പെടണമെന്ന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല, പിന്നെ വരാം. അപ്പൊ പൗലോസ് അവിടെ സഭ സ്ഥാപിച്ചു. അതിനുശേഷം താൻ മടങ്ങി തിരിച്ച് അന്ത്യോക്യയിൽ വന്നപ്പോ, അപ്പൊ രണ്ടാമത്തെ മിഷൻ യാത്ര നമുക്ക് അധികം എടുക്കുന്നില്ല, ഞാൻ ഭാഗം കട്ട് ചെയ്ത് കയറുക. രണ്ടാമത്തെ മിഷൻ യാത്ര താൻ എപ്പസോസിൽ പോകാൻ ആഗ്രഹിച്ചെങ്കിലും തനിക്ക് റെഡ് സിഗ്നലാ കിട്ടിയത്, പോകണ്ടെന്നോ. എന്നാൽ മൂന്നാമത്തെ മിഷൻ യാത്രയ്ക്ക് വേണ്ടി പൗലോസ് ഇരിക്കുമ്പോൾ അതിനകത്തൊക്കെ ഒത്തിരി ദൂത് കൈമാറാനുണ്ട്. ദൂത് ഞാൻ ഇടയ്ക്ക് വന്ന വാക്ക് സമയത്തെ പേടിച്ച് ഞാൻ കട്ട് ചെയ്തു. അവിടേക്ക് ഞാനൊന്ന് മടങ്ങി വരാം. യഥാർത്ഥത്തിൽ രണ്ടാമത്തെ മിഷൻ യാത്ര കർത്താവ് എന്നെ സമ്മതിക്കുന്നില്ല കട്ട് ചെയ്യാൻ, അതുകൊണ്ട് മാത്രം ഒന്ന് തൊട്ടിട്ട് പോരുക. ഈ രണ്ടാമത്തെ മിഷൻ യാത്ര പൗലോസ് ആ കാലഘട്ടങ്ങളിൽ എപ്പസോസ് എന്ന് പറയുന്ന ദേശം, ആ പട്ടണം 4 കാര്യത്തിൽ കുപ്രസിദ്ധി ആർച്ച പട്ടണമാണ്. എന്നാണ് 4 കാര്യത്തിൽ നമ്മൾ ഈ എഫെസ്യ ലേഖനത്തിൽ നിന്നാണ് ചിന്തിക്കാൻ പോകുന്നത്. ക്ഷണം എത്രത്തോളം ഓടിയെത്താൻ ഞാൻ ഇന്ന് ഈ മെസ്സേജ് തീർക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നത്, പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. എന്നാലും ശ്രദ്ധിച്ച് നോക്കിയാട്ടെ ദൈവത്തിലെ. അപ്പോ എപ്പസോസിൽ പ്രസംഗിക്കണമെന്ന് ആഗ്രഹിച്ചതിന്റെ കാരണം, ഇന്നേക്ക് 2000 വർഷം മുമ്പ് 4 കാര്യങ്ങളിൽ എപ്പസോസ് പട്ടണം കുപ്രസിദ്ധമാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഡയാനയുടെ ക്ഷേത്രം. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഡയാനയുടെ ക്ഷേത്രം, അല്ലെ ആർത്തമീസിന്റെ ക്ഷേത്രം. അന്ന് ലോകത്തിൽ മൊത്തം അവിടെ അങ്ങനെ കിടക്കുന്നത്. ആക്ട്സ് ചാപ്റ്റർ 19 വാക്യമൊന്നും വായിക്കേണ്ട. അവിടെ ആൾക്കാർ തട്ടാന്മാരെല്ലാം കൂടെ പറഞ്ഞത് ഭൂലോകമെങ്ങും ഭജിച്ചു വരുന്നവളാവളെന്നാ പറഞ്ഞത് അല്ലേ? അപ്പൊ ലോകം മൊത്തം ഡയാനയുടെ ക്ഷേത്രമുണ്ട്. പക്ഷെ അവിടുത്തെ എപ്പസോസ് പട്ടണത്തിലെ ക്ഷേത്രത്തിന്, അവിടുത്തെ ബിംബത്തിന് മാത്രം ചില പ്രത്യേകതയുണ്ട്. ഇത് ആത്മീയ ആരാധന ആയതുകൊണ്ടും ബൈബിൾ ക്ലാസ് അല്ലാത്തത് കൊണ്ടും ക്ഷേത്രം ഞാൻ ആ ഭാഗം കട്ട് ചെയ്യുന്നു. ഇവിടെ ഉയർത്തപ്പെടേണ്ടത് അല്ല ഡയാന അല്ല, നമ്മുടെ യേശുവാണ്. ഒന്ന് കരോഗ്യത്തിൽ സ്തോത്രം പറഞ്ഞാട്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ ഡയാനയുടെ ക്ഷേത്രത്തിന് പല പ്രത്യേകത ഉണ്ട്. ബൈബിൾ ക്ലാസ് ആയിരുന്നു നമ്മൾ അങ്ങനെ കയറിപ്പോയേനെ, കാരണം ഒന്ന് പഠിക്കുന്നതല്ല. ഡയാനയുടെ ക്ഷേത്രം ഒന്നാമത്തെ അത് കുപ്രസിദ്ധി ആർച്ചത് ഡയാനയുടെ ക്ഷേത്രത്തിന്. രണ്ടാമത്തെ കുപ്രസിദ്ധി എന്ന് പറയുന്നത് അസ്കലോപ്പയസ് എന്നറിയപ്പെടുന്ന ഒരു മാന്ത്രികന്റെ മാന്ത്രിക പീഠം അവിടെ ഉണ്ട്. ശ്രദ്ധിക്കണേ, അസ്കലോപ്പയസ് മനുഷ്യന്റെ പേരാ. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഹി ഈസ് എ മിസ്റ്റിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ പേഴ്സൺ എന്നാണ്. ഒരേ സമയത്തിന് ചരിത്ര വ്യക്തിയാണ്,
അപ്പോൾ തന്നെ ഒരു മിസ്റ്റിക്കലാണ്, അവൻ ഒരു മാർമിക വ്യക്തിയാണ്, അവന്റെ മാന്ത്രിക പീഠം അവിടെ ഉണ്ട്. ഇങ്ങനെയാ ചരിത്രത്തിൽ കിടക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. നാട്ടിലൊക്കെ പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, പ്രായമുള്ളവർക്കറിയാം. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമെടുക്കുന്ന മന്ത്രവാദി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് വരെ ആരെ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുള്ള. ശ്രദ്ധിക്കണം അല്ലേ, നമുക്ക് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാ നമ്മൾ ഇപ്പൊ ചിലപ്പോഴൊക്കെ പറയത്തില്ലയോ, പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും കേൾക്കാത്ത വാക്കാ, നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയാറുണ്ട്. ചില ആൾക്കാരെ കാണുമ്പോൾ ഇരട്ടച്ചങ്കനാന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാ കേട്ടോ വാക്ക്? നിങ്ങളൊന്ന് ഉണർന്നു വാ, ഇല്ലെങ്കിൽ ഉറങ്ങിപ്പോവും. ചില ആൾക്ക് പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല ആരോഗ്യമുള്ള ആൾക്കാരെ കണ്ടാൽ പറയാ, നമ്മുടെ വല്യമ്മമാരൊക്കെ പറയായിരുന്നു, അല്ല വല്യപ്പന്മാർ പറയായിരുന്നു, അവൻ ഇരട്ടച്ചങ്കൻ. അങ്ങനെ ആർക്ക് ഇരട്ടച്ചങ്കില്? ചങ്കെന്ന് പറഞ്ഞാൽ ഹാർട്ടാണ്. ഇന്ന് വരെ ആർക്കേലും ഒന്ന് തന്നെ കൊണ്ട് കിടക്കുന്നതിന്റെ പാട് നമുക്ക്, നിങ്ങൾ വാ കയറിയ സമയമില്ല. അല്ല, ഒന്ന് തന്നെ കൊണ്ട് കിടക്കുന്നത് മാസം വേണം 15,000. ശ്രദ്ധിക്കണേ, അപ്പോഴാ 2. അങ്ങനെ ഇരട്ടച്ചങ്ക ആർക്കും ഇല്ല, 2. അതൊക്കെ അന്ന് അറിവില്ലാത്ത കാലം. അതിന്റെ കറക്റ്റ് വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അജാനബാഹു എന്നാ വാക്കന, എന്നെ വാക്കിൻ്റെ അർത്ഥം ചില ആൾക്കാർ അതിൻ്റെ കറക്റ്റ് വാക്കാണ് ഇപ്പോഴാണ് നിങ്ങൾ പലരും ഉണർന്നത്. ശ്രദ്ധിക്കണേ, ഇങ്ങനെയൊക്കെ ഉണർത്താൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ്. ശ്രദ്ധിക്കണേ, അജാനബാഹു എന്നെ കറക്റ്റ് വാക്കന ചില ആൾക്കാരെ വിളിക്കുന്ന വാക്ക് അജാനബാഹു. ഞാൻ ഈ പലരോടും ചോദിച്ചിട്ടുണ്ട്, എന്താ ഈ അജാനബാഹു? ഞാൻ ഈ അസ്കലോപ്പൈസിന്റെ മാന്ത്രിക പീഠം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയാ. അജാനബാഹു എന്തോ ഈ അജാനബാഹു എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? അത് പറയാൻ ഭയങ്കര ഹൈറ്റ്, 6.5 അടി പൊക്കം, 150 കിലോ വെയിറ്റ് ഉള്ളവനെയാണ് നമ്മളെന്തെന്ന് വിളിക്കുന്നത്. അല്ല, അജാനബാഹു എന്ന വാക്കിന്റെ അർത്ഥം കൈ നൂർത്തിട്ടാൽ കൈയുടെ വിരലിന്റെ അറ്റം കാൽമുട്ട തൊടുന്നവനാണ് ആര്? അജാന ബാഹു. ബാഹു എന്ന് പറയാം കാൽമുട്ടെന്ന. സാർ നമ്മളാരും ഇനി പരീക്ഷ നോക്കണ്ട, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എഴുന്നേറ്റ് നോക്കും, കൈയുടെ അറ്റം നമ്മുടെ ആരെ മുട്ടുന്നില്ല, എൻ്റെ മുട്ടുന്നില്ല. അജാന ബാഹു എന്ന വാക്കിന്റെ അർത്ഥം, ഞാൻ പഴയ ഒരു മലയാള അധ്യാപന സെക്കുലർ അധ്യാപകനും കൂടിയാണ് കേട്ടോ. ശ്രദ്ധിക്കണേ, അജാന ബാഹു എന്ന് പറഞ്ഞാൽ സാൻസ്ക്രിറ്റ് വേർഡാണ്. എന്ന് പറയാം കൈ നൂർത്തിട്ടാൽ കൈ ജാന എന്ന് പറഞ്ഞാൽ കൈ വിരലിന്റെ അറ്റം കാലിന്റെ മുട്ട തൊടണം. അപ്പൊ പറയാൻ വന്ന അസ്കലോപ്പൈസിന്റെ കാര്യമാണ്. അന്നത്തെ മാന്ത്രിക പീഠത്തിനകത്ത് നമുക്കറിയാം ബൈബിളിൽ വാക്യമുണ്ട്, കടിച്ച പാമ്പിനെ കൊണ്ടുവന്ന് വിഷമിറക്കുന്നവൻ. അതാണ് ഈ അസ്കലോപ്പൈസിനെ കുറിച്ച് പറയുന്നത്. ആ മാന്ത്രിക പീഠത്തില് ക്ഷുദ്രപ്രയോഗത്തിന്റെ പുസ്തകങ്ങൾ കൊണ്ടിട്ട് കത്തിച്ചതാ കിടക്കുന്നത്. നിങ്ങൾക്കാർക്ക് മനസ്സിലായില്ല? ബൈബിളിലെ വാക്യം അങ്ങനല്ലേ? ഹല്ലേലൂയ. പൗലോസ് എഫെസോസിൽ പ്രസംഗിക്കുമ്പോ മാന്ത്രികപീഠത്തിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? അവരുടെ ക്ഷുദ്രപ്രയോഗത്തിന്റെ പുസ്തകം എന്ത് ചെയ്തു? നമ്മൾ കത്തിക്കണ്ട കേട്ടോ. ഞാനൊരു ദൂത് പറയാം. നമ്മുടെ വചനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അകത്തളങ്ങളിൽ ആത്മാവ് കത്തിയിറങ്ങിയാൽ, പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കാനിടയായാൽ എന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ നമുക്ക് വിരോധമായി, നമ്മുടെ തലമുറകൾക്ക് വിരോധമായി, നമ്മുടെ ഭാവിക്ക് വിരോധമായി, നമ്മുടെ ആയുസ്സിന് വിരോധമായി ശത്രു എവിടെ എന്ത് ചെയ്തിട്ടുണ്ടോ അതവിടെ ഇരുന്ന് കത്തും. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ഇത് പറയുമ്പോൾ ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഞാനൊരു ആത്മീയ ദൂതിലേക്ക് കയറുന്നതിന് മുമ്പ് അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ചില കൂടാരങ്ങൾക്കകത്ത് വെളിപ്പെടുന്നതിന് നീയും നിന്റെ തലമുറയും മുമ്പോട്ട് ചലിക്കരുതെന്ന് വാദിക്കുന്ന ചില ഇരുട്ടിന്റെ ആഴങ്ങള് ഇന്ന് രാവിലെ ആരാധിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി അഴിച്ചു മാറ്റാൻ കരുത്തുള്ള കർത്താവ് ഇന്നിവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. എന്തോ ദൈവാത്മാവ് അങ്ങനെ വാക്കിടപെടുന്നു. നിന്നെ മുമ്പോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറേണ്ടതിന്. നിങ്ങൾ ചിലർ ആരൊക്കെയോ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്, പാഷ ഇതൊക്കെ പാഷ മുമ്പേ പറഞ്ഞ വല്യപ്പന്റെ വല്യമ്മയുടെ കാലത്തിലല്ലേ? അല്ല, എനിക്കറിയില്ല, എൻ്റെ ടോപ്പിക്ക് മാറിപ്പോന്നു. പക്ഷെ ഞാൻ അതുകൊണ്ട് ചില കാര്യങ്ങൾ കട്ട് ചെയ്ത് കയറാൻ പോകുക. പക്ഷെ ഇതിനകത്ത് ആളുണ്ട്. ചില ആൾക്കാരൊക്കെ ചിന്തിക്കും അല്ലേ സൗദ് ഭാഷ, ഇതൊക്കെ പഴയ കാര്യമല്ലേ, കൂടോത്രം. അല്ല, അന്നത്തേനേക്കാളിലും പ്രബലപ്പെടുന്നത് ഇന്നാ. മനസ്സിലായില്ല സാറ്? ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ഇരിക്കുന്ന നിങ്ങൾ ഭൂരിപക്ഷം പേരും നല്ല എഡ്യൂക്കേഷൻ ലെവലുള്ളവരാന്ന് എനിക്കറിയാം. ഞങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ വിദേശ പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കൂടോത്രമൊന്നും മന്ത്രവാദമൊന്നും അല്ല പറയുന്നത്. ഇതിനകത്ത് ആളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്തവരല്ല, നിനക്ക് നേരെ വന്നതിനെ കർത്താവിന് അഴിക്കുക എന്നാ പറഞ്ഞത്. ടോപ്പിക്ക് മാറി ആ ദൂത് നിൽക്കുന്നത്. ശ്രദ്ധിക്കണേ, ഞങ്ങൾ അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ കാണുന്ന കാര്യം ബ്ലാക്ക് മാജിക്. എന്നാ ഉറക്കെ പറഞ്ഞാട്ടെ, ബ്ലാക്ക് മാജിക്. കറക്റ്റ് പാശ്ചാത്യ രാജ്യത്ത് ഉപയോഗിക്കുന്ന വാക്ക്. ഇതിന് നമ്മുടെ നാട്ടിലെ കൂടോത്രം അവർക്ക് തന്നെ ബ്ലാക്ക് മാജിക്കാ ഏറ്റവും കൂടുതൽ പ്രബലപ്പെടുക. വിദ്യാഭ്യാസം, നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഒക്കെ കാര്യം ശരിയാ കേട്ടോ. അല്ലേ? സൈബർ യുഗം കഴിഞ്ഞ്, സൈബർ ഏജ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏജ് കയറി. പക്ഷെ എന്നാലും മനുഷ്യന്റെ ചില മേഖലകൾ വിവരം വെച്ചിട്ടില്ല. എങ്ങനെ മറ്റുള്ളവൻ നശിക്കണമെന്ന് പറഞ്ഞ് അകത്തളങ്ങളിൽ വ്യാപരിക്കുന്നത് തൊടാൻ ഞാൻ ആഗ്രഹിച്ചല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. അകത്തളങ്ങളിൽ നിനക്ക് നേരെ വ്യാപരിക്കുന്ന ഏതൊക്കെ മന്ത്രതന്ത്ര മേഖലകളുണ്ടെങ്കിലും, ഏതൊക്കെ അസ്കലോപ്പൈസിന്റെ മാന്ത്രിക പീഠത്തിൽ തൊടുത്തുവിട്ട ഏതൊക്കെ ആഭിചാര തലങ്ങളുണ്ടെങ്കിലും
ഉണ്ടെങ്കിലും ഏതൊക്കെ വെല്ലുവിളികളുണ്ടെങ്കിലും ദൈവാത്മശക്തി അകത്ത് വ്യാപരിക്കുമ്പോ ഈ കെട്ട അഴിയേണ്ടടത്ത് നമ്മൾ അഴിക്കാൻ പോകണ്ട. നമ്മൾ പ്രവാചകനെ കൊണ്ടുവരണ്ട. നീ പച്ച പരമാർത്ഥതയോടെ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ നിനക്ക് നേരെ ശത്രു വെച്ചതിനെ അഴിച്ചു മാറ്റാൻ പ്രാപ്തനായ ഒരു ക്രിസ്തുവിനെ സേവിക്കുന്നത് വിശ്വസിച്ചുകൊണ്ടൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കോട്ടയം ഞാൻ മടങ്ങി വരിക. എപ്പസോസാ പറയുന്നത്. അപ്പൊ ഒന്നാമത് കുപ്രസിദ്ധി ഡയാനയുടെ ക്ഷേത്രം കൊണ്ട്, 2 അസ്കലോപൈസിന്റെ മാന്ത്രിക പീഠം കൊണ്ട്, 3 ദേവദാസി സിസ്റ്റം കൊണ്ട് 10,000 ദേവദാസികളുള്ള അവിടുത്തെ ഡയാനയുടെ ക്ഷേത്രം 10,000 അത്ര മ്ലേച്ഛത നടക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം. എനിക്കറിയില്ല, ദൈവാത്മാവ് ഒരു സ്പിരിച്വൽ വാർഫെയറിന്റെ മേഖലയിലേക്ക് പോകുന്നത് ഞാൻ ആത്മാവ് തിരിച്ചറിയുന്നു. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മെസ്സേജ് ഞാൻ ഓടിക്കയറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് റൂട്ട് മാറ്റിയാൽ എന്നോട് വണങ്ങല്ല്, കർത്താവിനോടും വണങ്ങല്ല്. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ശ്രദ്ധിക്കണേ. അപ്പൊ നോക്കിയാട്ടെ ദൈവത്തിലെ. അപ്പോ ദേവദാസി സിസ്റ്റം അത് തൊടുന്നില്ല, തൊട്ടാ ശരിയാകില്ല. അപ്പോ അതാണ് 3. 4 ഇന്റർനാഷണൽ ട്രേഡ് സെന്റർ ആയിരുന്നു എഫെസോസ്. ആ കാലഘട്ടങ്ങളിലെ ഇന്റർനാഷണൽ ട്രേഡ് സെന്റർ ആയിരുന്നു എഫെസോസ്. നമ്മൾ ഈ പ്ലാക്കാർഡൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ ഈ എയർപോർട്ടിൽ നമുക്കാരും പിടിക്കാറില്ല. നമ്മുടെ ഒരൊക്കെ ആഗ്രഹം, നമ്മളൊക്കെ ഒരു എയർപോർട്ടിൽ വരുമ്പോഴത്തേക്ക് പ്ലാക്കാർഡും പിടിച്ചോണ്ട് പറ അല്ലേ, നമുക്കൊരാഗ്രഹമില്ല. എന്നാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഈ എയർപോർട്ടിൽ നിന്ന് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഈ പ്ലാക്കാർഡും പിടിച്ചോണ്ട് ആൾക്കാർ വന്ന് നിൽക്കുന്നില്ലേ? ലോക ചരിത്രത്തിൽ ആദ്യം പ്ലാക്കാർഡ് യൂസ് ചെയ്തത് എഫെസോസിലാണ്. മനസ്സിലായില്ല? അഭിഷേകത്തിന്റെ ഒരു മേഖല പറയാൻ പ്ലാക്കാർഡ് യൂസ് ചെയ്ത് എവിടെയാ? ഉറക്കെ പറ. ലോക ചരിത്രത്തിൽ ആദ്യം. കാരണം അപ്പൊ പാഷ അന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നോ? ഇല്ല. പൗലോസ് ചെല്ലുന്ന കാലത്ത് അന്ന് ഫ്ലൈറ്റ് ഒന്നും ഇല്ല, നമുക്കറിയാം. അന്ന് സീ പോർട്ടുകളായിരുന്നു, എയർപോർട്ട് അല്ലായിരുന്നു. എന്തായിരുന്നു? സീ പോർട്ട്. ലോകത്തിൽ ആദ്യം ഒരു പോർട്ടിൽ, അതായത് സീ പോർട്ടിൽ പ്ലാക്കാർഡ് പിടിച്ചത് എഫെസോസിൽ. അത്ര കുപ്രസിദ്ധ പട്ടണമായിരുന്നു എഫെസോസ്. ആ പട്ടണത്തിൽ യേശുവിനെ പ്രസംഗിക്കണമെന്ന് ആരാഗ്രഹിച്ചേ? നിങ്ങൾക്ക് മനസ്സിലായോ? വല്ലതും ചെയ്യുകയാണ്. മുമ്പേ തൊട്ട് ദൈവാത്മാ പറഞ്ഞ വാക്ക്, ഈ തലമുറയിൽ ചില സിഗ്നേച്ചർ ഇട്ടേച്ച് പോകാൻ നമ്മളൊക്കെ ആഗ്രഹിക്കണം. നിങ്ങൾ എൻ്റെ കൂടെ വന്നില്ല, മുമ്പേ ആ വാക്ക് കയറി വന്നു. ഇന്നത്തെ സഭയോട് ചിലരോടുള്ള ദൂത എന്നാ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് സിഗ്നേച്ചർ. ദൈവപൈതലെ പൗലോസ് എന്ന് പറയുന്ന വ്യക്തിത്വം എവിടെ ചെന്നാലും താൻ അവിടെ ചെന്നൊരു സിഗ്നേച്ചർ ഇട്ടെങ്കിൽ, അല്ലെ പൗലോസ് ആഗ്രഹിച്ചത് ഇതാണ്. അല്ലെ എഫെസോസ് പോലെ നമ്മളാണ്, എൻ്റെ ദൈവമേ ജീവനുണ്ട് എന്നെ അങ്ങോട്ട് വിടല്ലെന്നേ പ്രാർത്ഥിക്കത്തുള്ളൂ, അല്ലേ? ഇത്രയും പോരാട്ടമുള്ള സ്ഥലത്ത്. പക്ഷേ പൗലോസ് ആഗ്രഹിച്ചത് അവിടെ പോകാന്. ശ്രദ്ധിക്കാൻ, അതിനകത്ത് പല ദൂതുകളുണ്ട്, ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഒരു ദൂത് മാത്രം പറഞ്ഞാൽ ഭാഗം കട്ട് ചെയ്യാം. ഇതൊക്കെ ആഗ്രഹമാണെങ്കിലും തീരുമാനമെടുക്കേണ്ടത് ദൈവമാണ്. ഉറക്കെ പറഞ്ഞിട്ട് ആരാ തീരുമാനമെടുക്കേണ്ടത്? കാരണം ദൈവസഭ എന്ന് പറയുന്നത് തിയോക്രാറ്റിക്കൽ ലെവലാണ്, ഡെമോക്രാറ്റിക്കൽ ലെവലല്ല. ആശയം മനസ്സിലാകുന്നുണ്ടോ? ദൈവസഭ എന്ന് പറയുന്നത് മിഷ്യോ ഡൈ എന്ന് പറയുന്നത്, മിഷൻ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, സ്വത്രം, അത് ദൈവാധിപത്യ ഭരണമാണ്, ജനാധിപത്യ ഭരണമല്ല. ആശ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. നമ്മുടെ സഭകൾക്കകത്ത് ഇങ്ങനെ പറയാം, ഇന്നിന്റെ പ്രശ്നം ഞങ്ങൾ ഈ പലപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്. ദൈവദാസന്മാര്, ഇന്നിന്റെ സഭകളുടെ, ഞാൻ പറഞ്ഞത് ലോക്കൽ ചർച്ചിന്റെ വിഷയമല്ല, യൂണിവേഴ്സൽ ചർച്ചിന്റെ വിഷയം. ഇന്നത്തെ ആഗോള സഭയുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഇന്നത്തെ പല സഭകളും ഭരിക്കുന്നത് ദൈവമല്ല. നമ്മുടെ കാര്യമല്ലല്ലോ, പറ ഒരു നല്ല സ്തോത്രം. നമ്മുടെ കാര്യമല്ല, പിന്നെ സ്തോത്രം പറഞ്ഞു വേണം. ശ്രദ്ധിക്കണേ, ആഗോള സഭകൾ പഠിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ചർച്ച്, അതിന് ആഫ്രിക്ക ആട്ടെ അമേരിക്ക ആട്ടെ ഏതാട്ടെ, അല്ല ഭരിക്കുന്നത് ദൈവമല്ല, തീരുമാനം പരിശുദ്ധാത്മാവിന്റെ അല്ല. ഇന്ന് ഡെമോക്രാറ്റിക് ലെവലിലേക്ക് മാറുമ്പോൾ, ജനാധിപത്യ മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ദൈവം ഇറങ്ങത്തില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ദൈവത്തിന് പ്രാധാന്യം എവിടെ കൊടുക്കുന്നു, പരിശുദ്ധ ആത്മാവിന് പ്രാധാന്യം എവിടെ കൊടുക്കുന്നു, അവിടെ മാത്രമേ ദൈവം ഇറങ്ങി വരത്തുള്ളൂ. അവിടെ മാത്രമേ നമ്മുടെ വിഷയം അതാണ്. നമ്മുടെ അകത്ത് ദൈവാത്മാവിന് നാം പ്രാധാന്യം കൊടുക്കാനിടയായാൽ ദൈവ പ്രവർത്തി നമ്മുടെ അകത്ത് ചെയ്യാൻ ദൈവ വിശ്വസനാണ്. എൻ്റെ ടോപ്പിക്കിൽ ഒരു ഭാഗം ഞാൻ സിമ്പിൾ പറയാം. ഞങ്ങൾ ഇടയ്ക്ക് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ടോപ്പിക്ക് വിട്ടുപോകുന്ന എനിക്ക് തന്നെ അറിയാം, പിണങ്ങല് എനിക്ക് തന്നെ അറിയാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഇടപെടുക. നമുക്കറിയാം, ലവോദിക്ക സഭയോട് പറയുമ്പോൾ ഒരു വാക്കുണ്ട്, എടുക്കണ്ട, അതും ഒരു 3:20, റെവലേഷൻ ചാപ്റ്റർ 3:20. ഇത് ഇന്നത്തെ പ്രസംഗം ഒരു 3:20 എടുക്കേണ്ട വാക്യം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നിങ്ങളുടെ വാക്ക് ശ്രദ്ധിക്കണം. ഞാൻ അതുകൊണ്ട് തന്നെ ഇനിയും കുറെ കാര്യം പറയാനുള്ളൂ, അല്ല ഞാൻ കട്ട് ചെയ്ത് മെസ്സേജിലേക്ക് ഡയറക്റ്റ് വാക്യത്തിലേക്ക് കയറുക. ശ്രദ്ധിക്കണേ, അത് പിണങ്ങല്ലേ. അപ്പൊ നോക്കിയാട്ടെ, വാക്യം നോക്കിയാട്ടെ. ഞാൻ എപ്പോഴും പറയും, കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. ഈ ലോകത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടിയാ, കാരണം അവരെ കൂടെ ശ്രദ്ധിക്കണമല്ലോ. ഈ ലോകത്തിൽ ഏറ്റവും മാന്യത ഉള്ളൊരു ഗസ്റ്റ് ഉണ്ടെങ്കിൽ അത് യേശുവാ. നിങ്ങൾക്ക് മനസ്സിലായില്ല?
ഈ ലോകത്തിൽ ഏറ്റവും മാന്യതയുള്ള ഗസ്റ്റ് യേശുവാണ്. യഥാർത്ഥത്തിൽ സഭാനാഥനാ പറയുന്നത്, ഞാൻ സഭയുടെ വാതിക്കൽ നിന്ന്, നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവ് പറയുന്നത് ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. യഥാർത്ഥത്തിൽ സഭയുടെ നാഥൻ ആരാ? കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി കൊണ്ടൊരു ദൂത ശ്രദ്ധിക്കണേ. സഭാനാഥനാണ്. എന്താ സഭയുടെ നായകൻ പറയുക, ഞാൻ എവിടെ നിന്ന് മുട്ടുന്നു? വാതിക്കുന്നു. ആര്? അപ്പൊ അകത്ത് ആളുണ്ട്. അകത്ത്. അതുകൊണ്ടല്ലേ പറഞ്ഞ ആരെങ്കിലും എന്റെ മുട്ട് കേട്ട് വാതിൽ തുറന്നാൽ. അപ്പൊ അകത്ത് ആളുണ്ട്, പക്ഷെ ആരില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞു. ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ സർ, അകത്ത് ആരില്ല, കർത്താവില്ല. കർത്താവ് പുറത്ത് നിൽക്കുക. ഇന്നത്തെ യൂണിവേഴ്സൽ ചർച്ചിന്റെ പ്രശ്നം, ഇന്നത്തെ ആഗോള സഭയുടെ പ്രശ്നം സഭയാണ്. സഭയിൽ ആളുകൊണ്ട്, സഭാനാഥനകത്തില്ല. കർത്താവിന്റെ വാക്കുകൾ എത്ര മാന്യത നോക്കി. എന്തുകൊണ്ടും ഇപ്പൊ ഉദാഹരണം പറയാം, ഇവിടുത്തെ പാസ്റ്റർക്ക് ഇവിടുത്തെ ആരുടെയും പെർമിഷൻ വേണ്ട ചർച്ചിൽ കയറാൻ. വേണോ? നിങ്ങളാരും ഒന്നും മിണ്ടുന്നില്ല. പാസ്റ്റർക്ക് ചർച്ചിൽ കയറാൻ ആരെങ്കിലും പെർമിഷൻ വേണോ? വേണ്ട. ഇവിടുത്തെ ഒരു ബിലീവറിന് ചർച്ചിൽ കയറാൻ ആരെങ്കിലും പെർമിഷൻ വേണോ? ഇവിടുത്തെ അംഗീകരിക്കപ്പെട്ട ബിലീവർ ആണെങ്കിൽ ഇവിടെ കയറാൻ പെർമിഷൻ വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയവനാണ് ആര്? യേശു. പക്ഷെ കർത്താവ് പറയുന്ന വാക്ക്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും. എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടിയല്ല, ഇന്ന് രാവിലെ ഞാൻ അല്പസമയം ദൈവസന്നിധി വചനം ധ്യാനിച്ചുകൊണ്ടപ്പോ അപ്പോഴും പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടത്. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗം അവിടെയാ. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം അല്ല, ഓരോ ദിവസവും നമ്മുടെ കവനന്റുകൾ നാം പുതുക്കിക്കൊണ്ടിരിക്കണം. ആശയം മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കർത്താവുമായിട്ടുള്ള ആ കവനന്റുകൾ നാം പുതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെങ്കിൽ മാത്രമേ രാവിലെ എഴുന്നേറ്റിട്ട് 10 വർഷം മുമ്പ് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ചിന്ത പോകരുത്. ഇന്നും കൂടെ പറ, കർത്താവേ, ഇന്ന് ഞാൻ നിന്റെ ദാസന, ഇന്ന് നിന്റെ ദാസിയ, ഇന്ന് ഞാൻ നിന്റെ മകന, ഇന്ന് നിന്റെ മകള, നീ എന്റെ രാജാവായി എന്നിലൊന്ന് വാഴണം, എന്റെ കുലത്തിൽ വാഴണമെന്ന് ഒന്ന് കവനന്റ് പുതുക്കുമ്പോഴാ ആ വാഴ്ച നമ്മിൽ വെളിപ്പെട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. പോട്ടെ, ഞാൻ മടങ്ങി വരിക. നമ്മുടെ വിഷയങ്ങൾ ഒത്തിരി മാറിപ്പോകുന്നു. അപ്പോ ഞാൻ പറയാൻ വന്ന കാര്യം, പൗലോസ് ഇതൊക്കെ നിയോഗത്തോടെ ചലിച്ച് 3ാമത്തെ മിഷൻ യാത്ര പൗലോസ് പ്രാർത്ഥിച്ചപ്പോ പൗലോസിനോട് പറഞ്ഞു, 2ാമത്തെ യാത്ര പോകണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പൊ നിനക്ക് ഞാൻ പെർമിഷൻ തരുന്നു, പൊക്കോളാൻ. അപ്പോഴാണ് പൗലോസ് എവിടെ പോന്നേ? നിനക്ക് എത്ര പേർക്ക് ആശയം മനസ്സിലാകുന്ന എനിക്കറിയില്ല. കാരണം കർത്താവിന്റെ കെയ്റോസ് ആയത് സെക്കൻഡ് മിഷൻ ജേർണിയിലല്ല, ഇങ്ങനെ പറയാം, AD 49 3 വർഷം കൂടെ കഴിഞ്ഞപ്പോ കർത്താവ് ഗ്രീക്ക് സിഗ്നൽ കാണിച്ചു. നമ്മൾ ആ വിഷയത്തിലേക്ക് അങ്ങനെ 52 പൗലോസ് എപ്പസോസ്, ഇപ്പൊ ഉറങ്ങല്ലേ, നമ്മുടെ വാക്യത്തെ നമ്മൾ ഇതുവരെ കയറാൻ പോവുക, അല്പം ഗ്രഹിക്കാൻ പാടുള്ള വിഷയം. അങ്ങനെ AD 50 വേറെ എവിടെ നിൽക്കേണ്ട അഭിപ്രായത്തിൽ 52 പൗലോസ് എപ്പസോസ് ചെന്ന് 3.5 വർഷം ആ ചർച്ചിന്റെ പാസ്റ്ററായിരുന്നു. അതായത് 55 വരെ. അതിനുശേഷം പൗലോസ് തിമോത്തിയോസിനെ ആ സഭയുടെ പാസ്റ്ററാക്കിയിട്ട് പൗലോസ് പിന്നെ യാത്ര ചെയ്തു. ചുരുക്കി ഇനി കട്ട് ചെയ്ത് നമ്മൾ കയറുക. എന്നാൽ AD 62, അതായത് സഭ സ്ഥാപിച്ച് 10 വർഷം കഴിഞ്ഞ് AD 62 റോമിൽ താന് വീട്ടുകാരാഗ്രഹത്തിൽ കിടക്കുമ്പോ ഈ സഭയ്ക്ക് താൻ ലെറ്റർ എഴുതി. നിങ്ങൾ ഇനി നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്, ഒന്നും കൂടെ മനസ്സിലാക്കണം. അപ്പൊ സഭ സ്ഥാപിച്ചത് AD 52 തിയോളജിസ്റ്റിന്റെ അഭിപ്രായത്തിൽ 10 വർഷം കഴിഞ്ഞപ്പോൾ AD 62 താൻ ആ സമയത്ത് റോമൻ കാരാഗ്രഹത്തിൽ വീട്ടുതടങ്കലിൽ കിടക്കുകയാണ്. എവിടെയാണ്? കർത്തൃദാസന്മാർ എടുക്കുന്ന വിഷയമാണ്. പൗലോസ് റോം 2 തടവിൽ കിടന്നു. ഒന്ന് വീട്ടു തടവിൽ കിടന്നു, അത് 2 വർഷം. അതിനുശേഷം താൻ സ്വതന്ത്രനായി കഴിഞ്ഞ് സ്പെയിനിലൊക്കെ പോയി പ്രസംഗിച്ചിട്ട് വന്നു കഴിഞ്ഞ് തന്നെ രാജ്യദ്രോഹ കുറ്റത്തിന് മേമാർട്ടിൻ പ്രസന്റിലിട്ടു. അത് പാറയിൽ വെട്ടിയൊരു ഗുഹയാണ്. അവിടെ വെച്ച 2 തിമോത്തിയോസിന്റെ ലേഖനം എഴുതുന്നത്. അപ്പൊ ഇത് എഴുതുന്നത് വീട്ടുകടവിൽ കിടക്കുമ്പോഴാണ്. 10 വർഷം കഴിഞ്ഞ്, നമ്മൾ അവിടേക്ക് പോകുന്നില്ല. അപ്പൊ 10 വർഷം കഴിഞ്ഞിട്ട് ഈ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഈ സഭയോട് പറയുന്ന ഒരു വാക്ക്, ഇനി നമ്മൾ ഇവിടെ വാക്യത്തിലേക്ക് കയറി ഹാഫ് ആൻ അവറിനകത്ത് ഓടിയെത്താൻ നമ്മൾ ശ്രമിക്കുക. ഒരു പോയിന്റെങ്കിലും പറയണം. ഈ സഭയോട് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും, ഇത്രയും പറഞ്ഞൊക്കെ ഒന്ന് കോമായിട്ട് മാറ്റി വെക്കണേ, നമ്മുടെ പ്രധാന ഉദിലേക്ക് കയറുക. നമ്മൾ ശ്രദ്ധിക്കണേ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ ചെയ്യുവാൻ കഴിയുന്ന തൻ്റെ ശക്തിയാൽ, വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. നമ്മൾ അതിലേക്ക് വരും. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവത്തിലെ നമ്മുടെ ടോപ്പിക് ഇതാണ്, പ്രാർത്ഥനയുടെ മേൽ പ്രവർത്തിക്കുന്ന പ്രാപ്തനായ ക്രിസ്തു. അതിലേക്ക് വരുന്നത്. ഇവിടെ പൗലോസ് പറഞ്ഞ വാക്ക് ഞാൻ ചുരുക്കി പറയുക, നമ്മുടെ സമയം ഒത്തിരി പോയത് കൊണ്ട്. പൗലോസ് ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ കണ്ടില്ലേ? ഒന്ന്, പ്രാപ്തിക്കൊത്തവണ്ണം പ്രവർത്തിക്കുന്നവനാ ക്രിസ്തു.
നമ്മുടെ പോയിന്റ് മറക്കരുത്. ഒന്ന്, പ്രാപ്തിക്കൊത്തവണ്ണം പ്രവർത്തിക്കുന്നവനാ ക്രിസ്തു. രണ്ട്, ശക്തിക്കൊത്തവണ്ണം പ്രവർത്തിക്കുന്നവനാ ക്രിസ്തു. മൂന്ന്, മഹത്വം വെളിപ്പെടുമാറ് പ്രവർത്തിക്കുന്നവനാ ക്രിസ്തു. എത്ര പേർക്ക് മനസ്സിലാകുന്നു? പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പൊളൈൻ തിയോളജി, പൗലോസിന്റെ ശാസ്ത്രം, ദൈവശാസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെയാ. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം പല വിഷയങ്ങളും നമ്മൾ എടുക്കുന്ന പൊളൈൻ തിയോളജി എടുക്കാറുള്ളത് പൗലോസിന്റെ ദൈവശാസ്ത്ര വിഷയമാണ്. അപ്പോൾ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പൗലോസിന്റെ ദൈവശാസ്ത്രം നോക്കിയേ, നമ്മുടെ കർത്താവ് ആ വാക്യം നിങ്ങൾ നോക്കി അറിയാം. ഒന്ന്, പ്രാപ്തിക്കൊത്തവണ്ണം പ്രവർത്തിക്കുന്നവനാ ക്രിസ്തു. നമ്മൾ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുക അല്പസമയം. രണ്ടെന്നാ, ശക്തിക്ക് ശക്തിക്കൊത്തവണ്ണം പ്രവർത്തിക്കുന്നത്. ഇത് പെട്ടെന്ന് പറഞ്ഞുവിടാൻ പറ്റില്ല, നമ്മൾ അതിന്റെ ഡെപ്തിലേക്ക് ഇറങ്ങിയാലേ കാര്യം ഗ്രഹിക്കൂ. മൂന്ന്, മഹത്വം വെളിപ്പെടുമാറ് പ്രവർത്തിക്കുന്നവരാ ക്രിസ്തു. എന്ന് പറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കാൻ വന്ന നമ്മോട് നാം പ്രാർത്ഥിച്ച വിഷയത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന് കൈമാറാൻ ഒരു ദൂതുണ്ട്. ആ ദൂത് ഇതാണ്. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അത് നമുക്ക് കൈമാറാൻ ദൈവാത്മാവിനൊരു ദൂതുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച വിഷയം എന്തായാലും ആ വിഷയത്തിൽ എന്റെ കർത്താവ് അവന്റെ പ്രാപ്തിക്കൊത്തവണ്ണം പ്രവർത്തിക്കും. രണ്ട്, അവൻ നമ്മിൽ പകർന്ന ശക്തിക്കൊത്തവണ്ണം പ്രവർത്തിക്കും. മൂന്ന്, അവന് മഹത്വം വെളിപ്പെടുമാറ് അവൻ ആ വിഷയത്തിൽ പ്രവർത്തിക്കാനിടയായി തീരും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ സെക്രട്ടേറിയറ്റിൽ ഇത് നിങ്ങളൊന്ന് തിരിച്ച് ഗ്രഹിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിടികിട്ടുക. നമ്മൾ സെക്രട്ടറി, നമുക്ക് റോയാലി ട്രിവാൻഡ്രം സിറ്റി ആയതുകൊണ്ട് സെക്രട്ടേറിയറ്റ് കോൺടാക്റ്റ് ഉള്ള ഇഷ്ടം പോലെ സഹോദരങ്ങളാണ് അല്ലേ? സെക്രട്ടേറിയറ്റ് വർക്ക് ചെയ്യുന്നത് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ്. നമുക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ സെക്രട്ടേറിയറ്റിൽ എന്തെങ്കിലും ഒരെണ്ണത്തിന് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിടിപാടുള്ള നമ്മുടെ വിശ്വാസികളോ അല്ലെങ്കിൽ വീട്ടുകാരാരെങ്കിലും സെക്രട്ടേറിയറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും, ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അതെന്തേലും ആയോ നോക്കാൻ പറയാം. അകത്ത് ആളുണ്ടല്ലേ കാര്യം നടക്കത്തുള്ളൂ. നിങ്ങൾ എന്നോട് വാ, അകത്ത് ആളുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു വിട്ടേ ഞങ്ങൾ സ്ഥിരം നമ്മൾ ചെയ്യുന്ന കാര്യം, ഞങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം. ആരൊക്കെ വിശ്വാസിയുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആപ്ലിക്കേഷൻ എന്താണെന്ന് അറിയാനും അതൊന്ന് ഫർദർ പ്രൊസീഡിങ്ങിന് വേണ്ടിയൊക്കെ നമ്മൾ അകത്ത് ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് പറയാറുണ്ട്. അപ്പൊ അവർ പോയി നോക്കിയിട്ട് വന്നിട്ട് പറയും, ആപ്ലിക്കേഷൻ മെയിൻ ഡെസ്കേ വന്നു അല്ലേ? നിങ്ങൾക്ക് ആശയം മനസ്സിലാകും. അവിടുത്തെ ക്ലറിക്കൽ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞിട്ട് എവിടെ വന്നു? അപ്രൂവലിന് വേണ്ടി മെയിൻ ഡെസ്കേ വന്നിട്ട്, മിനിസ്റ്റർ ഡെസ്കേ വന്നിട്ടുണ്ട്. അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ഈ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനം. ആ സംഭവം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവത്തില് സാർ അവിടെ ചലിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം. ഇതേ കാഴ്ചപ്പാടിലെ പൗലോസ് എഫെസോസ് സഭയോട് പറയുന്നത്, നീ വെക്കുന്ന ആപ്ലിക്കേഷൻ, ഇന്നത്തെ ലെവലിൽ പറഞ്ഞാലേ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകൂ, നീ വെക്കുന്ന പ്രെയർ ആപ്ലിക്കേഷൻ ഇല്ലേ, ആപ്ലിക്കേഷന്റെ മേഖലകളിൽ സ്വർഗം അതിന് അപ്രൂവലും പ്രൊസീഡിങ്ങും ചെയ്യുന്നത് അവന്റെ പ്രാപ്തിക്കൊത്തവണ്ണമാണ് ചെയ്യുന്നത്. ആശയം മനസ്സിലായില്ലല്ലേ? ഞാൻ ഒന്നും കൂടെ വിവരിക്കാം. പ്രാപ്തിക്കൊത്തവണ്ണമാ ചെയ്യുന്നത്. രണ്ട്, നമ്മുടെ അകത്തു പകർന്ന ശക്തിക്കൊത്തവണ്ണമാ ചെയ്യുന്നത്. മൂന്ന്, ഏത് ആപ്ലിക്കേഷൻ സാങ്ഷൻ ആയാൽ മഹത്വം നമ്മുടെ കർത്താവിന് വെളിപ്പെടുമാറ് അവന്റെ മഹത്വത്തിനൊത്തവണ്ണമാ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വിശ്വസിച്ച് പറ, ഒരു വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ അതിന്മേൽ മഹത്വത്തിനൊത്തവണ്ണം എന്റെ കർത്താവ് ചില വിടുതലുകളെ കൽപ്പിച്ചിരിക്കും. ശ്രദ്ധിക്കണം, നമ്മൾ ആ വിഷയത്തിലേക്ക് ഒന്ന് ഇറങ്ങുക. ഇത് പെട്ടെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പൊ പ്രാപ്തി എന്നുള്ള വിഷയം നിങ്ങൾക്ക് യോജിക്കാൻ ഒരു മടിയുണ്ടോ? നിങ്ങൾ സ്തോത്രം പറയാഞ്ഞ് അവിടെ കിടക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പൊ കർത്താവിന്റെ പ്രാപ്തി എങ്ങനെ? ഉറക്കെ പറ. നമ്മൾ അല്പം ഇരിക്കാനല്ലേ ചിന്ത പോകുന്നത്, നമ്മൾ അല്പം കൂടെ ഡെപ്തിലേക്ക് ഇറങ്ങും. അപ്പോഴേ നമുക്ക് ഒന്നും കൂടെ ഉണരും. ശ്രദ്ധിക്കണേ, കർത്താവിന്റെ പ്രാപ്തി പറയുന്നത് നാം എല്ലാവരും ഉറക്കെ, നാം ചോദിക്കുന്നത്, നനയ്ക്കുന്നത്, അതിലും യഥാർത്ഥത്തിൽ 4 അളവ് അവിടെ പറയുന്നുണ്ട്. ദൈവമക്കളെ ശ്രദ്ധിക്കണം, നമ്മൾ അവിടെ നിൽക്കുന്നില്ല, പറഞ്ഞു വിടുക. ഒന്ന്, ചോദിക്കുന്നതിന്റെ അളവ്. നമ്മൾ ചോദിച്ചാൽ 1000 ചോദിച്ചാൽ 500 കൊടുക്കുന്ന ടീമുകളാണ് നമ്മൾ. നിങ്ങളാരും ഒരു സ്വോത്രം പറഞ്ഞിട്ട് അത് തന്നെ. നമ്മളവിടെ ആരും ചോദിക്കാറില്ല, കാരണം കിട്ടത്തില്ല. വെറുതെ ചോദിച്ച് വെറുതെ മെനക്കെടുത്ത് എന്തിനാന്നുള്ള പോട്ടെ. അഥവാ കൊടുത്താലും നമ്മൾ 1000 ചോദിച്ചാൽ എത്ര പറയും? എൻ്റെ പൊന്നെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ, പക്ഷെ 500 രൂപ പച്ചക്കറി മേടിച്ചു, ഇനി എത്രയേ ഉള്ളൂ? അത് തന്നെ. ദൈവമക്കളെ, ഞാൻ ആത്മാവിൽ ചിലരെ ഉണർത്താൻ വേണ്ടി പറയാം. ഞാനല്ല, നമ്മളെല്ലാവരും ആർക്കേലും എന്തെങ്കിലും കൊടുത്താൽ നമുക്കുള്ളതിൽ നിന്നേ കൊടുക്കത്തുള്ളൂ. ഇത്ര നേരം കട്ടിയുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് സിമ്പിളായിട്ട് പിന്നെ കട്ടി കയറുക, ടഫിലേക്ക് കയറാം. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ കൊടുത്താൽ എത്രയേ ഉള്ളൂ? 1000 രൂപ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് എത്ര കൊടുക്കും? എല്ലാവരുടെയും കാര്യമില്ല കൊടുക്കുന്നവര്. 1000 കൊടുത്താൽ നമ്മൾ ഉള്ളതിൽ നിന്ന് 100 കൊടുക്കും. പക്ഷെ സ്വർഗം പ്രവർത്തിക്കുന്നത്, എൻ്റെ ദൈവമോ, ഉറക്കെ പറ, എൻ്റെ ദൈവമോ
പൗലോസ് തന്നെ പറയുന്ന ദൈവശാസ്ത്ര വിഷയമാണ്. ഫിലിപ്പിയ ലേഖനം 4:19. എൻ്റെ ദൈവമോ നിങ്ങളുടെ, അങ്ങനല്ല, അത് വാക്ക് തെറ്റാണ്. അങ്ങനല്ല, ഓൾ യുവർ നീഡ്സ് എന്നാ കിടക്കുന്നത്, ബുദ്ധിമുട്ടെന്നല്ല. എൻ്റെ ദൈവമോ, തലയിലോട്ട് കൈവച്ച് പറയേണ്ട ദൂതാണ്. അല്ല, ആരും അറിയാതെ, അല്ല ഇതിനകത്ത് ആൾക്കാരുണ്ട്, വ്യക്തികളോട് ദൈവാത്മാവ് ഇടപെടുന്നത്. ആരും അറിയാതെ നിന്റെ ഉൾത്തടത്തിൽ വെച്ച് ജരകുന്ന ചില വിഷയങ്ങളില്ലേ, മറ്റുള്ളവരൊക്കെ നോക്കുമ്പോൾ ആഢ്യത്വമുണ്ട്, മാന്യതയുണ്ട്, സ്ഥാനമുണ്ട്, പദവിയുണ്ട്, പണമുണ്ട്. പക്ഷെ ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഉൾത്തടത്തിൽ ഞരങ്ങുന്ന ചില ജീവനങ്ങളുണ്ട്. യെസ്, ദൈവാത്മാവ് ശക്തമായി വ്യക്തിപരമായിട്ട് ഇടപെടുക. ആ വിഷയത്തിൽ ദൈവാത്മാവ് വചനത്തിൽ കൂടെ ഇടപെടുക. എൻ്റെ ദൈവമോ, നിന്റെ ആ പ്രശ്നമില്ലേ, നീ അഭിഹരിക്കുന്ന വിഷയമില്ലേ, ഓൾ യുവർ നീഡ്സ്, നീ വെച്ച വിഷയമില്ലേ, അതിന്മേൽ അവന്റെ മഹത്വത്തിനൊത്തവണ്ണം. ഓ, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായിരുന്നു. കുഞ്ഞുങ്ങൾ കൂടെ ഉള്ളത് ഇടയ്ക്കൊക്കെ ഞാൻ ഇവരെ ഒന്ന് ശ്രദ്ധിക്കും. സമയം ഇല്ലേലും നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് നിർത്താം. പണ്ട് നടന്നൊരു സംഭവം, അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ കുറിച്ച് നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ചക്രവർത്തി, ഇതെന്ന് പറയുന്നത് അലക്സാണ്ടറിനെ ഉയർത്താനല്ല, അതിനേക്കാൾ വലിയവനെ ഉയർത്താന്. അലക്സാണ്ടർ ചക്രവർത്തി ഒരിക്കൽ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നടന്ന സംഭവം, തൻ്റെ ഈ രഥയോട്ടം നടത്തിക്കൊണ്ടിരിക്കുക, ലോകം മൊത്തം വെട്ടിപ്പിടിക്കാൻ. ഇന്ത്യൻ മഹാസമുദ്രത്തെ കണ്ടിട്ട് നീയും ഒരു കരയായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും വെട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ലോകത്തെ മൊത്തം വെട്ടിപ്പിടിച്ചോടുന്ന ഒരു ഓട്ടം, പടയോട്ടം. അലക്സാണ്ടറിന്റെ ഇഷ്ടപ്പെട്ട കുതിരപ്പുറത്ത് താൻ യാത്ര ചെയ്യുക. തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുതിരയുണ്ട്, ആ കുതിരയുടെ പുറത്താണ് യാത്ര ചെയ്യുന്നത്. അതിവേഗം അലക്സാണ്ടറും അവന്റെ ആൾക്കാരും പട്ടാളക്കാരും കൂടെ അതിവേഗം, ചിലരെങ്കിലും കേട്ടുണ്ട്, അതിവേഗം ഇങ്ങനെ പാഞ്ഞു പോകുക ഒരു രാജ്യം പിടിച്ചടക്കാൻ. അപ്പോഴാണ് അലക്സാണ്ടർ ആ മുമ്പിൽ രഥം ഓടിക്കുന്നത്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അദ്ദേഹം ഈ കുതിര ഓടിക്കുന്നത്. അദ്ദേഹം നോക്കുമ്പോൾ അങ്ങ് ദൂരെ, അതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ 100 മൈൽ സ്പീഡിലായി കുതിര വരുന്നത് നല്ല സ്പീഡിലാണ്. കുതിര രഥയോട്ടമല്ലേ. കാരണം അദ്ദേഹം നോക്കുമ്പോൾ ദൂരെ ഒരു മനുഷ്യൻ തറയിൽ കിടക്കുന്നു, അതായത് റോഡിൽ കിടക്കുന്നു. അലക്സാണ്ടർ നമ്മുടെ ഭാഷ ബ്രേക്ക് ഔട്ട്, ഇപ്പൊ ബ്രേക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞതുപോലെ കുതിരയുടെ ബ്രേക്ക് പിടിച്ചു. കുതിരയുടെ ബ്രേക്ക് എന്നാ, കടിഞ്ഞാൻ. കാരണം ദൂരെ കിടപ്പുണ്ട്, നടുറോഡിലാണ് കിടക്കുന്നത്. അലക്സാണ്ടർ ഈ കുതിരയുടെ ഈ കടിഞ്ഞാൻ വലിച്ചു പിടിച്ചു. കുതിര പോയി കറക്റ്റ് കിടക്കുന്നയാൾ, ഒരാൾ കമന്ന് കിടക്കുക, ആളിന്റെ മുമ്പിൽ ചെന്ന ഈ കുതിര നിന്നു. അലക്സാണ്ടർ കോപത്തോടെ ചാടി കുതിര പുറത്ത് ഇറങ്ങി തന്റെ ഉടവാള് വലിച്ചൂരി. അപ്പോഴത്തേക്ക് ഈ കിടന്ന മനുഷ്യൻ ചാടി എഴുന്നേറ്റു. ആ മനുഷ്യനെ കണ്ടപ്പോൾ വാളോങ്ങി അലക്സാണ്ടർ. പക്ഷേ ആ മനുഷ്യനെ കണ്ടപ്പോൾ അലക്സാണ്ടർ ഒന്നും അടിച്ചു വെട്ടാൻ. കാരണം ആ മനുഷ്യൻ എഴുന്നേറ്റപ്പോൾ 2 കണ്ണും ആ മനുഷ്യന് കാണില്ല, 2 കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യനാ. അലക്സാണ്ടർ കോപത്തോടെ ചോദിച്ചു, ഇത്രത്തോളം ആയിരക്കണക്കിന് കുതിരകൾ ഒന്നിച്ചോടി വരുന്ന കുതിരക്കൊളമ്പടിയുടെ ശബ്ദം കേട്ടിട്ട് എന്തിനാ, നിനക്ക് കണ്ണല്ലേ കാണാതുള്ളൂ, നീ എന്തിനാ, നിന്റെ ചെവിക്ക് കേൾവിയുണ്ടല്ലോ, എന്തിനാ നീ വഴി കിടന്നത്? ഇപ്പൊ കുതിരകളെല്ലാം കൂടെ ചവിട്ടി നിന്നെ നശിപ്പിച്ചേനമല്ലോ. ഉടനെ ആ കിടന്ന മനുഷ്യൻ പറഞ്ഞ വാക്കിങ്ങനെയാ, മഹാത്മാവേ, ഞാൻ കണ്ണ് കാണാത്തവനാ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, നിങ്ങളെ എനിക്ക് പരിചയമില്ല, പക്ഷേ ഞാൻ കുതിര കൊളമ്പടിയുടെ ശബ്ദം കേട്ടിട്ട് തന്നെയാ ഈ വഴി വന്ന് കിടന്നത്. നടന്ന സംഭവം കേട്ടോ, ചരിത്രത്തിൽ ഈ വഴി വന്ന് കിടന്നത്. അപ്പൊ ഈ മനുഷ്യൻ അലക്സാണ്ടർ ചോദിച്ചു, എന്തിന്? ഉടനെ പറഞ്ഞ വാക്ക് ഇങ്ങനെയാ, മഹാത്മാവേ, നിങ്ങൾ കണ്ടില്ല എന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന്. ഞാനൊരു ഭിക്ഷക്കാരനാ, ഭിക്ഷയെടുത്ത് ജീവിക്കുന്നവനാ. അടുത്ത വാക്ക്, പണ്ടത്തെ പോലെ ഭിക്ഷയെടുക്കാൻ എനിക്ക് ആരോഗ്യമില്ല, ഞാൻ ഒത്തിരി ശരീരത്തിൽ അവശനായി, എനിക്കൊരു വലിയ പ്രശ്നമുണ്ട്. ഉടനെ ചോദിച്ചു അലക്സാണ്ടർ, എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം ഇതാണ്, എനിക്ക് പ്രായപൂർത്തിയായ ഒരു മകളുണ്ട്, ഞാൻ ഇന്ന് വീണ് മരിച്ചുപോയാൽ എൻ്റെ കുഞ്ഞ് അനാഥമായി പോകും. എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ കുഞ്ഞിനെ ആരുടെ കയ്യിലെങ്കിലും ഒന്ന് പിടിച്ചേൽപ്പിക്കണം. ഒരു മാന്യനായ യൗവനക്കാരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വസ്ഥനായി എനിക്ക് ലോകത്തിൽ നിന്ന് വിടവാങ്ങാം. ഉടനെ അലക്സാണ്ടർ ചോദിച്ചു, ഞാൻ എന്ത് വേണം? ഉടനെ പറഞ്ഞു, എനിക്ക് ഭിക്ഷയെടുക്കാൻ ആരോഗ്യമില്ല, ഒരു സ്വർണ്ണ നാണയം നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ ആ ഒരു സ്വർണ്ണ നാണയം കൊണ്ട് എൻ്റെ കുഞ്ഞിനെ വാങ്ങി കഴിച്ചയക്കാം. ഉടനെ അലക്സാണ്ടർ തന്റെ സൈന്യാധിപനെ വിളിച്ചിട്ട് പറഞ്ഞു, 1 ചാക്ക് സ്വർണ്ണ നാണയം കൊടുക്കാൻ പറഞ്ഞു. എന്നാ നിങ്ങൾക്ക് മനസ്സിലായില്ല? എന്നാ 1 ചാക്ക്? ഈ ഭിക്ഷക്കാരനായ ഈ വന്യ വയോധികൻ, ആ മനുഷ്യൻ ഭയപ്പെട്ടു, എനിക്ക് വേണ്ട, എൻ്റെ കുഞ്ഞിനെ വാങ്ങി കഴിച്ചയക്കാൻ. നമ്മളാണെ പറയാം, ഒന്നല്ല ഒന്നും കൂടി ഇരിക്കട്ടെ, ഒന്നെടുത്താ ഒന്ന് ഫ്രീ ആന്ന് പറഞ്ഞ കൊടുത്തില്ല, അതൊരിക്കണേ. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വേണ്ട, അല്ലരിയ സ്വറ, എനിക്ക് 1 ചാക്കൊന്നും വേണ്ട, 1 സ്വർണ്ണ നാണയം മതി, സ്വറ എൻ്റെ കുഞ്ഞിനെ വാങ്ങി കഴിച്ചയക്കാൻ. ഉടനെ അലക്സാണ്ടർ പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? വിശ്വപ്രസിദ്ധമായ ഒരു വാക്കാണത്. അലക്സാണ്ടർ ചോദിച്ചത്, നിന്റെ ആവശ്യം നീ എന്നോട് പറഞ്ഞു, പക്ഷെ ഞാനൊരു ഭിക്ഷക്കാരന്, എന്നോട് യാചിച്ചവന് 1 സ്വർണ്ണ നാണയം കൊടുത്തെന്ന് പറഞ്ഞാൽ അതിന്റെ അപമാനം എനിക്കാണ്, നിനക്കല്ല. അല്ല, നീ എന്നിന്റെ ആവശ്യം ചോദിച്ചു, എന്റെ മനസ്സ് പോലെയാ തരുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഈ ലോകത്തിൽ 33-ാമത്തെ വയസ്സിൽ കൊതുകുവടി കൊണ്ട് മരിച്ചുപോയ ഒരു അലക്സാണ്ടർ അത്രത്തോളം കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഇവിടെ ഭക്തൻ വിളിച്ചു പറയുക, എന്റെ ദൈവമോ, അല്ല നിന്റെ ബുദ്ധിമുട്ടുകൾ, നിന്റെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ
ഒന്ന് ബലപ്പെട്ട് കയറി പറയുന്നതില് പല ആപ്ലിക്കേഷനും ഇതുവരെ സാങ്ഷൻ ആയില്ലെന്ന് പറഞ്ഞ് എന്റെ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ദൈവത്തില് ധൈര്യത്തോടെ വിളിച്ചു പറ, എന്റെ ദൈവം മഹത്വത്തോടെ ചെയ്യാൻ വിശ്വാസം തന്നെയാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ ടോപ്പിക്കിലാണ് നിൽക്കുന്നത്. ഓക്കെ, 4 അളവാണ് ഇവിടെ പറഞ്ഞ. 4 അളവ്. 1 ചോദിക്കുന്നത്, അതൊരളവാ. 2 നനയ്ക്കുന്നത്. ഇതൊന്നും അല്ല നമ്മുടെ മെസ്സേജിന്റെ ആ ഒരു പോയിന്റ് മാത്രമേ ഇന്ന് രാവിലെ ഞാൻ നിൽക്കൂ. കാരണം ബാക്കി നമ്മൾ 2 കട്ട് ചെയ്ത് മാറ്റും. കർത്താവ് എപ്പോഴെങ്കിലും ചിന്തിക്കുക. അപ്പൊ 1 ചോദിക്കുന്നത്, 2 നനയ്ക്കുന്നത്, 3 നനയ്ക്കുന്നതിലും പരമായി, 4 നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. നിങ്ങളെല്ലാവരും ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടിയാ. അപ്പോ പ്രാപ്തി, ദൈവത്തിന്റെ പ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുന്നതല്ല, നനയ്ക്കുന്നതല്ല, നനയ്ക്കുന്നതിലും പരമല്ല, നനയ്ക്കുന്നതിലും കറക്റ്റ് ട്രാൻസ്ലേഷൻ കിടക്കുന്നത് മൂലഭാഷയിൽ ഓവർഫ്ലോ എന്നാ കിടക്കുന്നത്. നമ്മൾ നനച്ചത് അപ് ടു ആ ലെവല് വരെയാ. പക്ഷെ സ്വർഗം പ്രവർത്തിക്കുന്നു. നിങ്ങൾക്കാർക്കും ഒരു സന്തോഷമില്ലല്ലോ. ദൈവമായതിലെ ഈ വചനം വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും സ്വർഗം മാറത്തില്ലെന്ന്. ഈ വചനം വിളിച്ചു പറയുന്നത് നമ്മൾ ചോദിക്കുന്നതല്ല, നമ്മൾ നനയ്ക്കുന്നതല്ല, അതിലും പരമല്ല, അതിലും ഓവർഫ്ലോ ചെയ്യത്തക്ക വേണം. വിശ്വാസത്തോടെ പറയും, എന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ഇതൊക്കെ നമുക്കൊരാശ്വാസമാ. ഇനി നമുക്ക് ഇത് നമ്മളെ ആശ്വസിപ്പിക്കുകയാണ്. നമ്മെ നോവിക്കുന്ന ദൂതിലേക്ക് നമ്മൾ കയറിയ നിർത്തത്തുള്ളൂ. മനസ്സിലായി പെണ്ണങ്ങല്ലേ? അപ്പൊ നമുക്ക് 4ാമത്തെ അളവ് അത്യന്തം പരമായിട്ടെന്നാ. എന്നാ ഉറക്കെ പറയാൻ പറ്റും? അത്യന്തപരമായി. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ സമയമില്ലേലും ഒരു സംഭവം ബൈബിളിൽ നിന്ന് 1-2 കാര്യം പെട്ടെന്ന് കാണിക്കാം. പെട്ടെന്ന് കാര്യം മനസ്സിലാകും. ഈ അളവ് എന്നാന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഹന്ന എന്ന് പറഞ്ഞ ഒരു സഹോദരിയെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് അല്ലേ? ഓൾഡ് ടെസ്റ്റമെന്റ് 1 ശമൂവേലിൽ. അവിടെ ഈ ഹന്ന, ഇത് പറയുമ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റിയ വാക്ക് അവിടെയാ, പെട്ടെന്ന് മനസ്സിലാകും. ഈ ഹന്ന വന്നിട്ട് അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് മക്കളില്ല. എനിക്ക് എന്താ മക്കളില്ല. ശ്രദ്ധിക്കണേ, പെട്ടെന്ന് പറയാം. എന്നെ ഓവർഫ്ലോ എന്ന വാക്ക്, എനിക്ക് മക്കളില്ല. സ്വതം. അപ്പോ ഈ ഭർത്താവിന്റെ അടുക്ക പറയാം. കാരണം ഈ ഹന്നയ്ക്ക് മക്കളില്ലാത്തൊരു വിഷയമല്ല. മനസ്സിലായില്ല? മക്കളില്ലാത്ത ദൈവത്തിനെ നിന്റെ വിഷയം എന്ന് നിന്റെ വിഷയമാകുമ്പോ അപ്പോഴാ ദൈവം പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല? നമ്മുടെ വിഷയം പലപ്പോഴും, നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ, പലപ്പോഴും നമ്മൾ വിഷയമാക്കാറില്ല. നമ്മുടെ വിഷയമാകുമ്പോ അറിയാതെ ദൈവസന്നിധി നമ്മൾ നിലവിളിച്ചു പോവും. വിഷയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കരയുയർത്തി സ്തോത്രം പറ. നമുക്കെല്ലാം വിഷയമുണ്ട്, നമുക്കോരോ. പക്ഷെ ഈ വിഷയങ്ങൾ പലതും നമുക്ക് വിഷയമായിട്ടില്ല. നിങ്ങൾക്ക് തമ്മിലുള്ള അർത്ഥം മനസ്സിലാണ്? ഈ വിഷയങ്ങൾ പലതും നമുക്ക് എന്തായിട്ടില്ല. നമുക്ക് വിയോധനയുണ്ട്, പക്ഷെ ഇതുവരെ വിഷയമാകുമ്പോ നമ്മൾ നിലവിളിക്കാൻ തുടങ്ങും. പോട്ടെ, ഞാൻ അവിടെ നിൽക്കുന്നില്ല. അപ്പൊ ഈ ഹന്നയ്ക്ക് തലമുറയില്ലെന്ന് പറയുന്നത് ഇന്നും തന്നെ തുടങ്ങിയ വിഷയമല്ല, കുറെ കാലമായി. പക്ഷെ ഇത് വിഷയമായപ്പോൾ തന്നെ പരിഹസിക്കാൻ തുടങ്ങിയപ്പോ ഈ വിഷയമായി. ആശ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സാറേ, അതുവരെ വിഷയമല്ലാത്ത വിഷയമായി. കാരണം നെരിക്കപ്പോ ഉടനെ തന്റെ ഭർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് അവിടെ നിൽക്കാൻ സമയമില്ല, ഒരു പ്രധാന ദൂത് എനിക്ക് കാണിച്ച് പ്രാർത്ഥിക്കണം, അതിലേക്ക് ഓടി വന്ന്. അപ്പോ ഭർത്താവ് ചോദിച്ചു, എന്റെ ഹന്ന നീ എന്തിനായി കരുതുന്നത്? 10 മക്കളെക്കാൾ നല്ലതല്ലേ? അയ്യോ, ഇങ്ങനെയൊക്കെ പറയുന്ന ഭർത്താക്കന്മാരുണ്ടായിരുന്നെങ്കിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായിരുന്നു. സ്വതന്ത്രം പറഞ്ഞത് 10 മക്കളെക്കാൾ നല്ലതല്ലേ ഞാൻ, അതുകൊണ്ട് തന്നെ നീ കരുത്. ഉടനെ ഹന്ന പറഞ്ഞു, എന്റെ പൊന്നച്ച, നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ അച്ഛ സമ്മതിച്ചു, നിങ്ങൾ എനിക്ക് 10 മക്കളെക്കാൾ നല്ലവനാ, പക്ഷേ എന്റെ നിന്ന എനിക്ക് മാറണം. നിങ്ങൾ വാക്ക് ശ്രദ്ധിക്കണം, നിന്ന മാറണം. എന്നിട്ട് ദൈവാലയത്തിൽ വന്ന് പറഞ്ഞ വാക്ക് നമുക്ക് എല്ലാവർക്കും കാണാപ്പാടമാ. ദൈവത്തോട് പറഞ്ഞു, നീ എനിക്കൊരു തലമുറയെ തന്നാൽ, എനിക്കൊരാൺ സന്താനത്തെ തന്നാൽ, ഞാൻ അവനെ നിന്റെ ആലയത്തിലേക്ക് തന്നേക്കാം. എനിക്ക് വേണ്ട. അപ്പൊ ചോദിച്ചത്, നിങ്ങൾ ശ്രദ്ധിക്കണം ദൈവങ്ങളെ, ചോദിച്ചത് തലമുറയാണ്, ഒരു മോനെയാണ്. പക്ഷെ ചിന്തിച്ചത് നിന്ന മാറണമെന്നാ. എന്നാൽ ദൈവം കൊടുത്തത് ഇങ്ങനെ. ഹന്ന പറഞ്ഞ വാക്കിങ്ങനെയാ, ആലയത്തിൽ പാത്രം കഴുകാൻ, ആലയത്തിന്റെ തറ തുടയ്ക്കാൻ, അന്നത്തെ മഹാപുരോഹിതനായ ഏലിയുടെ കാല് തിരുമ്മി കൊടുക്കാൻ, ഏലിക്ക് ചൂടുവെള്ളം ഇട്ട് കൊടുക്കാൻ എന്റെ കൊച്ചിനെ ഞാൻ തന്നേക്കാമെന്ന് എനിക്ക് വേണ്ട. പക്ഷെ ഞാനൊരു അമ്മയാണെന്ന് എനിക്ക് പറയണം.
ആശ നിങ്ങൾക്ക് മനസ്സിലാകുന്നു? അല്ല, ചോദിച്ചത് ഒരു തലമുറയോ, ചിന്തിച്ചത് നിന്ന മാറണമെന്ന്. എന്നാൽ ദൈവം കൊടുത്തത് ചോദിച്ചതല്ല, നനച്ചതല്ല. ദാൻ മുതൽ ബേർശേബ വരെ ജനം ഭയക്കുന്ന പ്രവാചകനെയാ കൊടുത്തത്. അത് ആശയം മനസ്സിലാകുന്നു. സ്വോത്രം പറഞ്ഞിട്ടതില് മറക്കരുത്. നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തൽപരമായിട്ട് വേണേ ദൈവത്തിന് പാത്രം കഴുകാൻ ഒരു കൊച്ചിനെ കൊടുക്കാം. ഒന്നാമനെ ഏലിയുടെ മക്കൾ പാത്രം കഴുകാതിരിക്കുക. പക്ഷെ ദൈവം കൊടുക്കുന്നത് ഒരാളിന്റെ ആവശ്യം വെച്ചിട്ടല്ല കേട്ടോ. ഇന്ന് ദൈവാത്മാവ് ആരോടൊക്കെ ഇടപെടുന്നു. നാം ചോദിക്കുന്നത് നമ്മുടെ പരിമിതമായ ചിന്തയില്, നാം നനയ്ക്കുന്നത് നമ്മുടെ പരിമിതമായ ചിന്തയില്. എന്നാൽ അതിനേക്കാൾ അപ്പുറമായിട്ട് ദാൻ മുതൽ ബേർശേബ വരെ ജനം ഭയക്കുന്ന പ്രവാചകനെ കൊടുക്കണമെങ്കിൽ എത്ര പേർക്ക് പറയാൻ പറ്റും? അലക്സാണ്ടർ ദ ഗ്രേറ്റിനേക്കാൾ വലിയവനെയാ സേവിക്കുന്നത്. ഞാൻ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തൽപരമായി ചെയ്യാൻ ശക്തനാണ്. ഒരു വാക്കൂടെ പറയാം, തെളിവ്. പക്ഷെ അത് അവിടെ മാത്രമല്ല, അല്ല എവിടെയും. നിങ്ങൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ബൈബിൾ മൊത്തം വായിച്ചു നോക്കിയേ. എല്ലാം എടുക്കണ്ട. 2 രാജാക്കന്മാർ, ഇതല്ല ഒരു വാക്കൂടെ കാണിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു വാക്കൂടെ പറഞ്ഞ ഒരു ചരിത്രം കൂടെ പറഞ്ഞ് കയറുക. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ 3 രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ മരുഭൂമി ചെന്നപ്പോൾ വെള്ളമില്ല. നമുക്കറിയാവുന്ന ചരിത്ര വിഷയം. 2 Kings chapter 3. വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞപ്പോ ഒരു രാജാവ് അടുത്ത രാജാവിനോട് ചോദിച്ചു, ഈ വെള്ളം എവിടെ നിന്ന് കിട്ടും? ഉടനെ അപ്പോൾ അടുത്ത രാജാവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇവിടെ ഒരു പ്രവാചകനുണ്ട്, ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു. അവന്റെ പേര് എലീശയെന്ന്. വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു. 3:16 3:16 2 Kings 3:16 കിടക്കുന്ന വിഷയം. ഏലീശ വന്നു. ഏലീശ വന്നിട്ട് പറഞ്ഞു, പ്രവാചകനാ കേട്ടോ, ആത്മാവിന്റെ ഇരട്ടിപ്പങ്കുള്ളവനാ. പക്ഷെ ഏലീശ വന്നിട്ട് അതിനകത്തൊക്കെ നമുക്കുള്ള ദൂതുണ്ട്. ദൂത് തൊടാൻ പോയാൽ നമ്മുടെ പ്രധാന ഊതിൽ വരാൻ കഴിയില്ല. ഏലീശ വന്നിട്ട് പറഞ്ഞു, ഒരു വീണക്കാരനെ വിളിക്കാൻ പറഞ്ഞു. എന്നാ? ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്കുള്ള വേറെവിടുതാക്കയുടെ അഭിപ്രായത്തിൽ 14 അത്ഭുതങ്ങൾ ചെയ്ത, തന്റെ അസ്ഥി പോലും ഒരു ശവം തൊട്ട് കഴിഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റ് അത്രത്തോളം അത്ഭുതം ചെയ്തവന് ഒരു ദൂത് വെളിപ്പെടാൻ വീണക്കാരൻ വരേണ്ടി വന്നു. ആര് വരേണ്ടി വന്നു? വീണക്കാരൻ. കാരണം ദൈവശബ്ദം വെളിപ്പെടണമെങ്കിൽ അതിന്റെ അറ്റ്മോസ്ഫിയർ നാം ഒരുക്കി കൊടുത്താലേ പറ്റൂ. ഞാൻ പറഞ്ഞതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം ദൈവശബ്ദം വെളിപ്പെടണം. അതിന് പറഞ്ഞ ആര് വേണം? ഒരു അറ്റ്മോസ്ഫിയർ വേണം. വീണക്കാരനെ കൊണ്ടുവന്നു. വീണക്കാരൻ വീണ വീട്ടിയപ്പോൾ ദൈവാത്മാവ് ഏലീശയുടെ വന്നു. നമ്മുടെ വിഷയം അവിടെ അല്ല. ഏലീശ പറഞ്ഞ വാക്ക് നമുക്ക് കാണാപ്പാടമാണ്. ഈ താഴ്വരയിൽ അനേക കുഴികളെ വെട്ടുവീൻ. കുഴി വെട്ടുന്നതന്നെ കുഴിക്കകത്ത് വെള്ളം നിറയാനാ. എന്നാൽ ഏലീശ പറഞ്ഞ വാക്ക് അങ്ങനല്ല. ഈ താഴ്വരയിൽ ദൈവം വെള്ളം കൊണ്ട് നിറയ്ക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? കുഴി വെട്ടണം. അത് 1ാമത്തെ അളവ്. യഥാർത്ഥത്തിൽ ആ അളവ് കുഴിയിൽ വെള്ളം നിറച്ചാൽ മതി. അനേക കുഴി വെട്ടാനാ പറഞ്ഞത്. ആ കുഴി. പക്ഷെ അടുത്ത വാക്ക് ഏലീശ പറയുന്നത് ആ കുഴി വെള്ളം നിറയ്ക്കുമെന്നല്ല, ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. എന്നാൽ അടുത്ത നിങ്ങൾ പിന്നെ വായിച്ചു നോക്കണം. അടുത്തത് കുഴിയിലല്ല വെള്ളം നിറഞ്ഞത്, താഴ്വരയിലല്ല വെള്ളം നിറഞ്ഞത്, ആ ദേശം മൊത്തം വെള്ളം കൊണ്ട് മൂടി. നിങ്ങൾ ആരും ഒരു സ്വോത്രം പറഞ്ഞില്ലല്ലോ. അവിടെ കൺട്രി എന്ന് തന്നെ കിടക്കുന്നത്. അല്ലെങ്കിൽ കുഴിക്കകത്തല്ല വെള്ളം നിറച്ചത്, ആ കൺട്രി മുഴുവനും വെള്ളം കൊണ്ട് നിറച്ചു. ഏലിയാവ് മഴ പ്രാർത്ഥിച്ച് മഴ പെയ്തപ്പോഴാ ദേശത്ത് വെള്ളം നിറഞ്ഞത്. ഏലീശ മഴയില്ലാതെ വെള്ളം നിറച്ചവന്. എത്ര പേർക്കൊന്ന് സ്വോത്രം പറയാൻ പറ്റും? ഒരു മഴ പെയ്യില്ല. ഏലീശ പറഞ്ഞത്, എന്റെ ഗുരുവിന്റെ കാലത്ത് മഴമേഘം നിങ്ങൾ കണ്ടു, മഴ പെയ്തിറങ്ങിയപ്പോഴാ വെള്ളം നിറഞ്ഞത്. എന്നാൽ നിങ്ങൾ മഴമേഘം കാണില്ല, നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴമേഘം ഇവിടെ വരില്ല, പക്ഷെ മഴ പെയ്യത്തുമില്ല. ഈ കുഴികൾ ഞാൻ വെള്ളം കൊണ്ട് നിറയ്ക്കാനിടയാകും. എത്ര പേർക്കൊന്ന് സ്തോത്രം ചെയ്ത് പറയാൻ പറ്റും? നമ്മൾ സാധ്യതകളൊന്നും കാണാതെ വണ്ണം ദൈവം മഹത്വത്തിനൊത്തവണ്ണം പ്രവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കിയേ, ഇതാണ് ദൈവത്തിന്റെ പ്രാപ്തി. എത്ര പേർക്ക് ആശയം മനസ്സിലായി? നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ഓവർഫ്ലോ ചെയ്യത്തക്കവണ്ണം പ്രവർത്തിക്കുന്നവനാ നമ്മുടെ കർത്താവ്. നിങ്ങൾക്കാർക്കും ഒരു സന്തോഷം അങ്ങോട്ട് തോന്നില്ല? ധൈര്യത്തോടെ പറയുന്നേ. ഞാനൊരു വാക്കും കൂടെ പറയാം, പിണങ്ങല്ലേ. കാരണം അത് പറഞ്ഞാലേ ഇത് എൻ്റെ വിഷയം അല്ലേലും. നമ്മൾ വെക്കുന്ന അളവില് ദൈവപ്രവർത്തി വെളിപ്പെടും. വിശ്വാസമില്ലാതെ 10 മണിക്കൂർ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, ഇത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. സമയത്തെ ഭയക്കുന്നത് കൊണ്ട് എൻ്റെ പ്രധാനമായി എൻ്റെ ഉള്ളിൽ എന്നെ വേദനിപ്പിക്കുന്ന ഒരു ചിന്ത കിടക്കുന്ന, അതിലേക്ക് എനിക്ക് നിർത്തണ്ട്.
നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ജോർജ് മുള്ളർ, ബ്രിസ്റ്റോളിലെ ജോർജ് മുള്ളറിനെ കുറിച്ച് അല്ലേ? കുഞ്ഞുങ്ങളെ കേട്ടില്ലേ? ബ്രിസ്റ്റോളിലെ ജോർജ് മുള്ളർ 3000 കുഞ്ഞുങ്ങളെ വിശ്വാസത്താൽ അനാഥ കുഞ്ഞുങ്ങളെ വളർത്തിയ മനുഷ്യനാണ്. ആര്? 3000 ഓർഫൻസിനെ അനാഥ കുഞ്ഞുങ്ങളെ വളർത്തിയവനാണ് ജോർജ് മുള്ളർ. വിശ്വാസത്തിന്റെ മനുഷ്യൻ. അദ്ദേഹത്തെ കുറിച്ച് ഒത്തിരി അനുഭവങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ചിലർക്കൊന്ന് ബലം വരാൻ വേണ്ടി. കാരണം പലപ്പോഴും ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടാത്തത് നമ്മുടെ വിശ്വാസമില്ലായ്മയാണ് കാരണം. നിങ്ങളുടെ നല്ല നമ്മുടെ, എൻ്റെ ഉൾപ്പെടെ. ജോർജ് മുള്ളറിനെ കുറിച്ച് കേട്ടുണ്ട്. ഒരു ദിവസം വൈകിട്ട് രാത്രി 12 മണിക്ക്, ഇത് കേട്ടുള്ള കഥയല്ല, സംഭവമാണ്. അത് എല്ലാവർക്കും ഒന്ന് കണക്ട് ആകാൻ വേണ്ടിയാ. രാത്രി 12 മണിക്ക് തൻ്റെ മെസ്സിന്റെ സ്റ്റാഫ് വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ജോർജ് മുള്ളറോട് പറഞ്ഞു, നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കഷ്ണം ബ്രെഡ് വിടില്ല. എത്ര കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ഫുഡ്? നമ്മൾ കേട്ടുള്ള സംഭവം. ബ്രിസ്റ്റോളിൽ ഞാൻ പോയിട്ടുണ്ട്, ആ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. അറിയാതെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. വിശ്വാസത്താൽ 3000 കുഞ്ഞുങ്ങളെ വളർത്തിയ ഒരു മനുഷ്യനെ ഓർത്ത് ശ്രദ്ധിക്കണേ. അല്ല, തലേന്ന് രാത്രി ഹല്ലേലൂയ വന്ന് പറഞ്ഞ് നാളെ രാവിലെ 7 മണിക്ക് കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളാ, മെസ്സി ബെല്ലടിക്കാൻ കാത്തിരിക്കുക. അവരോടി മെസ്സി വരും. സ്വതന്ത്രം ഒരു കഷ്ണം ബ്രെഡ് ഇല്ല. ജോർജ് മുള്ളർ പറഞ്ഞു, അതിനെന്നാ എൻ്റെ 1 രൂപ പോലും ഇല്ല. മെസ്സിലോട്ട് ബ്രെഡും ഇല്ല, മേടിക്കാൻ 1 രൂപ പോലും. പറതിവതില് അടുത്ത വാക്ക് ജോർജ് മുള്ളർ പറഞ്ഞത്, ഈ കുഞ്ഞുങ്ങൾക്കൊരപ്പൻ ഉയരത്തിലുണ്ട്, അവിടെ മുട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് അടുത്ത മെസ്സിലെ ജീവനക്കാരൻ പേടിച്ചു വന്നവരോട് പറഞ്ഞത്, നാളെ 7 മണിയാകുമ്പോ എന്നും ബെല്ലടിക്കുന്നത് പോലെ മെസ്സി ബെല്ലടിച്ചു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നാളെ ഫുഡ് കൊടുത്തിരിക്കും. ശ്രദ്ധിക്കണം ഇതില്. ആ മനുഷ്യൻ അന്ന് രാത്രി ഉറങ്ങിയില്ല. പ്രാർത്ഥനാപ്പായിട്ട് ആ രാത്രി മൊത്തം ഇരുന്ന് പ്രാർത്ഥിച്ചു. രാവിലെ 7 മണിക്ക് ഒരിക്കൽ പോലും ജോർജ് മുള്ളർ ചരിത്രത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരിക്കലും മെസ്സി വരാറില്ല. അന്ന് പക്ഷെ രാവിലെ 7 മണിയായപ്പോ ജോർജ് മുള്ളർ 6:45 ആയപ്പോ മെസ്സി വന്നു. അപ്പോഴും ഹല്ലേലൂയ തന്റെ മെസ്സിന്റെ ജീവനക്കാരനോട് ചോദിച്ചു, എന്തെങ്കിലും റിസോഴ്സ് നമുക്ക് ലഭിച്ചോ? അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഒരു കഷ്ണം ബ്രെഡ് പോലും ഇല്ല. ജോർജ് മുള്ളർ പറഞ്ഞു, ഭാരപ്പെടണ്ട, അല്ല ബെല്ലടിച്ചോ 7 മണിക്ക് നമ്മുടെ ഉയരത്തിലെ ഖജനാവിൽ അതിനുള്ള സമ്പത്തുണ്ട്. ശ്രദ്ധിക്കണേ, കൃത്യം 7 മണിക്ക് ബെല്ലടിച്ച് അല്ല കുഞ്ഞുങ്ങളൊക്കെ മെസ്സി വന്നു. അവരെ എഴുന്നേപ്പിച്ച് പ്രാർത്ഥിക്കാൻ നേരത്താണ് മെസ്സി ആ കുഞ്ഞുങ്ങൾ കയറിയപ്പോ ഈ ഭക്തൻ മെസ്സിന്റെ വാതിലടച്ചു. കുഞ്ഞുങ്ങളോട് പറഞ്ഞു, എഴുന്നേക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തന്ന ഫുഡിന്. നിങ്ങൾ പലരും കേട്ടുള്ള സംഭവമാണത്. അല്ല ഉടൻ തന്നെ അല്ല ബെല്ലടിച്ചതുമല്ല, ഹല്ലേലൂയ സ്വരം ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതുമല്ല. പെട്ടെന്ന് ഡോറിൽ ആരോ മുട്ടുന്നു. തുറന്നു കഴിഞ്ഞപ്പോ തൊട്ടടുത്തൊരു ബോർമക്കാരന്, കാരണം ഫുഡ് ഉണ്ടാക്കുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ ജോർജ് മുള്ളറോട് പറഞ്ഞ വാക്കിങ്ങനെയാ, അല്ല ഞാന് എത്രയോ 1000 പേർക്ക് ഫുഡ് ഉണ്ടാക്കി, പക്ഷെ സമയത്ത് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അവര് ഓർഡർ ക്യാൻസൽ ചെയ്തു. അപ്പോഴാ എന്റെ ഉള്ളിലൊരു ചിന്ത വന്നത്, ഇവിടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് ഈ ഫുഡ് കൊടുക്കാം. ശ്രദ്ധിക്കണേ, അടുത്ത വാക്ക് അദ്ദേഹം പറഞ്ഞത്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂട്ടത്തിൽ ഇത് കൂടെ കൊടുക്കാനാ പറഞ്ഞത്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കഷ്ണം ബ്രെഡ് ഇല്ല. തലേന്ന് തന്റെ ഭക്തൻ പ്രാർത്ഥനാപ്പായിരിക്കുമ്പോ ആ ഗേറ്റിന് അപ്പുറത്ത് തൊട്ടടുത്ത് സ്വർഗം ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അങ്ങനെങ്കിൽ ജോർജ് മുള്ളർ എഴുതി വെച്ചത്, അതുപോലൊരു മൃഷ്ടാന ഭോജനം ഇന്ന് വരെ ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടില്ല. ഈ ദേശത്ത് ഞാൻ ചെയ്തതിൽ ഏറ്റവും വലിയ ഫുഡ് കൊടുത്തത് അന്നാണ്. അതാണ് ദൈവത്തിന്റെ കരുതൽ. ശക്തിയോടെ വിളിച്ചു പറ, നാം ചോദിക്കുന്നതിനേക്കാൾ നിனைക്കുന്നതിനേക്കാൾ അത്യന്തൽപരമായി നമ്മെ ചെയ്യാൻ കഴിയുന്നവന്റെ ശക്തിക്ക് അളവ് നമ്മൾ എവിടെ വെച്ചേ? നമ്മൾ ദൈവമക്കളെ അളവ് എവിടെ വെച്ചേ? പോട്ടെ, ഞാൻ അവിടെ ഒന്ന് കോമായിട്ടിട്ട്, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും അല്ല ഇതിന്റെ ചിന്ത. വചനം അറിയാവുന്നവരാണ് പാസ്റ്റർ എന്നോട് ചോദിക്കും, പാസ്റ്റർ ഇങ്ങനെയാണോ ഈ വാക്യം വ്യാഖ്യാനിക്കേണ്ടത്? വചനം അറിയാവുന്നവർ, നിങ്ങൾക്ക് സന്തോഷമായി. പക്ഷെ വചനത്തിൽ ആഴമുള്ളവർ ചോദിക്കും, ഇങ്ങനെയാണോ ഈ വാക്യം? അല്ല, അല്ലെങ്കിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനും കൂടെ ഒരു വാക്ക് പറയാം. ഇത് പൗലോസിന്റെ 2ാമത്തെ 5 മിനിറ്റ് കൂടെ നിർത്തുക. പക്ഷെ ഇനി തൊടാൻ പോകുന്ന വിഷയം 5 മണിക്കൂർ ചിന്തിക്കേണ്ട. പൗലോസ് എഫെസോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 2 പ്രാർത്ഥനകൾ എഫെസ്യ ലേഖനത്തിലുണ്ട്. ഒന്നാമത്തെ, ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. 1ാമത്തെ പ്രാർത്ഥന എഫെസ്യ ലേഖനം 1-ാം അധ്യായം 16 മുതലുള്ള വാക്യത്തിലും, 2ാമത്തെ പ്രാർത്ഥന എഫെസ്യ ലേഖനം 3:14 മുതലുള്ള വാക്യത്തിലുമാണ്. അതായത് 1-ാം അധ്യായത്തിൽ പൗലോസ് എഫെസോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 1ാമത്തെ പ്രാർത്ഥനയും 3-ാം അധ്യായത്തിൽ 2ാമത്തെ പ്രാർത്ഥനയും പ്രാർത്ഥിക്കും. നിങ്ങൾ ആ വാക്യം നോക്കി അറിയാം. 3:14 ജസ്റ്റ് ഒന്ന് നോക്കിയോ, അവിടെ കിടക്കുന്നത് എങ്ങനെയാ? അത് നിമിത്തം സ്വർഗത്തിലും ഭൂമിക്ക്, വായിച്ചോ, ഒന്ന് വായിച്ചാൽ നല്ലതാ. പെട്ടെന്ന്. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ. ഇത് 2ാമത്തെ പ്രാർത്ഥന. നമ്മൾ അവിടെ തൊടുന്നില്ല, തൊട്ടാൽ നമുക്ക് സമയം കിട്ടില്ല. 2ാമത്തെ പ്രാർത്ഥന. 1-ാമത്തെ പ്രാർത്ഥന 1:16 തൊട്ടുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട്
ദൈവം തന്റെ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയത്തെ തന്നിട്ട് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശയിൽ നിന്നും അവന്റെ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനമിൽ നിന്നും അവന്റെ ബലത്തിന്റെ ബലബദ്ധത്തിൽ വിശ്വസി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമില്ലെന്ന് ഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഒന്നാമത്തെ പ്രാർത്ഥന 1:16-19 വരെ ഉണ്ട്. എന്നാൽ രണ്ടാമത്തെ പ്രാർത്ഥന ഇതൊന്നെടുത്ത് പ്രൊജക്ട് ഒന്നിട്ടാട്ട് രണ്ടാമത്തെ പ്രാർത്ഥന നോക്കിക്കാട്ടെ 3:14 അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം. മതി ശ്രദ്ധിക്കണം, ഞാൻ തന്നെ പറയാം. 5 കാര്യം പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും നേരം നമുക്കൊരാശ്വാസത്തിന് ഭൗതികതയാ പറഞ്ഞത്, മനസ്സിലായില്ല? നിങ്ങൾ ഇനി വളരെ ശ്രദ്ധിക്കണം. ഭൗതികതയാ, മെറ്റീരിയൽ ബ്ലെസ്സിംഗ് ആ പറഞ്ഞത് അല്ലേ. ഒരു കുഞ്ഞിന് വേണ്ടി ചോദിച്ചു, പ്രവാചകനെ കൊടുത്തു. ഒരു കുഴിക്കകത്ത് വെള്ളം ചോദിച്ചു, ദേശം മൊത്തം വെള്ളം. ഇത് മെറ്റീരിയലാ. പക്ഷെ പോള് പറയുന്നത് മെറ്റീരിയൽ ബ്ലെസ്സിങ് അല്ല. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് 1ാം ക്ലാസ്സിലെ സബ്ജക്റ്റ് ആയിരുന്നു. ഇപ്പൊ 10th സബ്ജക്റ്റിലേക്ക് നമ്മൾ കയറി. പോള് പറയുക, അത് നിമിത്തം, ഒരു വലിയ മിസ്റ്ററി നിമിത്തം ഞാൻ മുട്ടുകുത്തിപ്പോയി. ആ മിസ്റ്ററിയിലേക്ക് നമ്മൾ കയറുന്നില്ല, ഒറ്റ വാക്ക് പറഞ്ഞത്. എന്നിട്ട് പറയുന്നു, പോള് പ്രാർത്ഥിക്കുന്ന 5 പ്രയർ മാറ്റേഴ്സ് ഉണ്ട് അവിടെ. ഒന്ന് ഞാൻ തന്നെ പറഞ്ഞു വിടാം, അവിടെ നിങ്ങൾ നോക്കി അറിയാം. ഒന്നാമത്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. എന്നാ ഉറക്കെ പറ, നിങ്ങളുടെ അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടണം. 2, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വാഴണം. 3, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിങ്ങൾ വേരൂന്നണം. 4, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം ഇത് നിങ്ങൾ ഗ്രഹിക്കണം. 5, ദൈവത്തിന്റെ എല്ലാ നിറവോളം നിങ്ങൾ നിറഞ്ഞു വരണം എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. എന്നാൽ നാം ചോദിക്കുന്നതിലും. മനസ്സിലായില്ല? അപ്പൊ ചോദിച്ചത് കുഴിവെട്ടുന്ന കാര്യമൊന്നുമല്ല, ചോദിച്ചത് ഈ 5 കാര്യമാണ്. നിങ്ങൾ പിണക്കല്ല, ഞാനൊന്ന് കണക്ട് ചെയ്ത് നിർത്തുക. ക്ലോക്ക ഞാൻ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കണേ. പൗലോസ് പറഞ്ഞത് നമ്മൾ ചോദിച്ചത് എന്നാണെന്നറിയാമോ? ഞാൻ ചോദിച്ചത് നിങ്ങളുടെ അകത്തെ മനുഷ്യ ശക്തിയോട് എന്ത് ചെയ്യണം? ബലപ്പെടണം. ഞാൻ ആ സബ്ജക്റ്റിലേക്ക് പോകാതെ 1-2 കാര്യം പറഞ്ഞങ്ങ് നിർത്തുക. അത് ആ സബ്ജക്റ്റ് കയറിയാൽ 1 മണിക്കൂർ തെളിയിക്കാൻ പറ്റും. നമുക്ക് ഔട്ടർമാനും ഉണ്ട്, ഇന്നർമാനും ഉണ്ട് അല്ലേ? ഔട്ടർമാനും. കാരണം ഈ വചനം അതുപോലെ വ്യാഖ്യാനിച്ചില്ലേ, കർത്താവിനോട് കണക്ക് പറയേണ്ടതുകൊണ്ടാണ് ഞാൻ 5 മിനിറ്റെങ്കിലും എടുക്കുന്നത്. മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചത് ട്രൈക്കോട്ടമി ആയിട്ടാണ്. ട്രൈക്കോട്ടമി എനിക്കറിയാം. മെഡിക്കൽ ഡോക്ടേഴ്സും നേഴ്സസും അതുപോലൊക്കെ ടെക്നോളജി നല്ല ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരോടുണ്ട്, അവർക്ക് കൂടുതൽ അറിയാം. മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചത് ട്രൈക്കോട്ടമി ആയിട്ടാ. എന്തായിട്ടാ? ട്രൈക്കോട്ടമി. എന്നാൽ വാക്ക് ജീവജാലങ്ങളെല്ലാം ഡൈക്കോട്ടമിയാണ്. എന്ന് പറഞ്ഞാൽ പശുവും അതുപോലെ നായും ഒക്കെ എന്നാണ്? ഡൈക്കോട്ടമി. അവർക്ക് ദേഹവും ദേഹിയുമേ ഉള്ളൂ. നമുക്ക് മനുഷ്യൻ അങ്ങനല്ല. ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. നമ്മൾ അവിടെ നിൽക്കുന്നില്ല, ഇപ്പോഴാണ് നമ്മൾ പ്രസംഗത്തിൽ കയറുന്നത്. ഇവിടം തൊട്ടാൽ നമുക്ക് ചിന്തിക്കണ്ടേ, പറഞ്ഞു നിർത്തുക. ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ഈ പുറത്ത് കാണുന്ന സോമ എന്ന് പറയുന്നതാണ് ദേഹം. നമ്മൾ ഈ പൗഡറൊക്കെ ഇട്ട് വന്ന, പൗഡർ ഇട്ടവര് പൗഡറൊക്കെ ഇട്ട് വന്ന, ക്രീമൊക്കെ ഇട്ട് വന്ന ഈ സാധനത്തിന്റെ പേരാണ് സോമ. എന്നാണ്? സോമ. പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഗ്രീക്ക് വാക്ക സോമ. സോമ എന്ന് പറഞ്ഞാൽ ദേഹം. സൂക്കെ എന്ന് പറഞ്ഞാൽ ദേഹി. സൂക്കെ എന്ന വാക്കിൽ നിന്ന് സൈക്കാട്രി, സൈക്കോളജി എന്ന വാക്കൊക്കെ ഉണ്ടായത് സൂക്കയിൽ നിന്ന്. അത് ദേഹി. 3ാമത്തെ ഒന്നുണ്ട്, ന്യൂമ, ആത്മാവ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഔട്ടർമാനും ഇന്നർമാനും എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇന്നർമാനും ബലപ്പെടണമെന്നാണ് പറഞ്ഞത്. ഔട്ടർമാൻ എന്ന് പറയുന്നത് നമ്മുടെ സോമയും സൂക്കയും കൂടെ ചേരുന്നതാണ്. അതായത് ദേഹവും ദേഹിയും കൂടെ ചേരുന്നത് പുറത്തെ മനുഷ്യനും, നമ്മുടെ ദേഹിയും ആത്മാവും കൂടെ ചേരുന്നത് അകത്തെ മനുഷ്യനും കൂടെ. അതൊക്കെ നമുക്ക് തെളിയിക്കണമെങ്കിൽ ബൈബിൾ ക്ലാസ് ആയി പോകും, ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. അപ്പൊ പൗലോസ് പറയുകയാണ്, ഈ പുറത്ത് കാണുന്നത് പോലെ ഒരുത്തനകത്തിരിപ്പുണ്ട്. ഞാൻ 2 മിനിറ്റ് കൂടെ എടുത്തോളാം, ഭാഷ കുഴപ്പമില്ല. ശ്രദ്ധിക്കാം, എങ്കിലും തെളിയാം. ഇപ്പൊ എൻ്റെ പേര് ഷിജു വർഗീസ് എന്നാ. ഷിജു വർഗീസ് എന്നാ. ഞാൻ അങ്ങ് മരിച്ചെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കും പണക്കില്ലല്ലോ. ഞാൻ മരിച്ചെന്നിരിക്കട്ടെ, പണക്കൊന്നുമില്ലല്ലോ. നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ 2075 ഇലക്ഷന് നമ്മൾ ഇതുപോലൊക്കെ ഇവിടെ കാണുന്ന ഇല്ല കേട്ടോ, പകുതിയും കാണുകയില്ല. നമ്മളൊക്കെ പോവും, പോട്ടെ. ആ പണക്ക ഉള്ള മനസ്സങ്ങ് മടുപ്പിക്കുന്നില്ല.
അല്ലേ? 2070 കർത്താവിന്റെ ദാസൻ ഈ വർഷത്തെ ഇലക്ഷൻ പ്രാർത്ഥിച്ചല്ലോ. 2075 ഇലക്ഷൻ 75 ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർക്കൊക്കെ ഒന്ന് കൈയുയർത്തി സ്തോത്രം ദൈവത്തിന് പറഞ്ഞു. കാരണം അതൊരു വല്ലാത്ത വിശ്വാസം. പോട്ടെ, ഇല്ല നമ്മളൊക്കെ പോവും. ഞാനങ്ങ് മരിച്ചെന്നിരിക്കട്ടെ, ശ്രദ്ധിക്കണം, മനസ്സിലാക്കാൻ വേണ്ടി. നിങ്ങൾ ബോഡി കാണാതിരിക്കുക. വല്ലപ്പോഴും വന്ന പ്രസംഗിക ദൈവാസനല്ലേ, ബോഡി കാണാൻ വരിക. അപ്പം നിങ്ങൾ വന്നിട്ട് എന്നെ എവിടാന്ന് വെച്ചാൽ ദൈവത്തിന് അറിയാം എവിടാന്ന്, എന്നാലും ഇരിക്കട്ടെ. സാറേ വരുമ്പോൾ ചോദിക്കും, ഷിജു പാസ്റ്റർ എന്ത് ചെയ്യാന്നാണോ ചോദിക്കുന്നത്? നിങ്ങൾ അഥവാ ഷിജു പാസ്റ്റർ എന്ത് ചെയ്യണം? കാരണം വീട്ടുകാരോട് പണക്കാരിക്കാൻ വേണ്ടി ചോദിക്കും, ഷിജു പാസ്റ്റർ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അവർ പറയും ബോഡി ദേ കിടക്കുന്നതന്നെ പറയും. എന്താ പറയുക? ഷിജു പാസ്റ്ററിന്റെ ബോഡി. അപ്പൊ അടുത്ത നിങ്ങൾ ചോദിക്കുക ഷിജു പാസ്റ്റർ എന്ത് ചെയ്യേ എന്ന് ചോദിച്ചാൽ പറയും ഷിജു പാസ്റ്റർ മരിച്ചു. പറ. എന്റെ കാര്യം പറഞ്ഞ നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല, എന്റെ കാര്യമല്ല, എനിക്കൊരു പേടിയില്ല. നാളെ നടക്കാൻ പോകുന്ന കാര്യമല്ല, പിന്നെ എന്തിനാ പേടിച്ചിട്ട്? പോയല്ലേ പറ്റൂ. മരിച്ചു. അപ്പൊ ഷിജു പാസ്റ്റർ എന്ത് ചെയ്യേ? മരിച്ചു. രണം. എന്ന് പറഞ്ഞ ഇല്ല, രണം യുദ്ധം. മരിച്ചു എന്ന് പറഞ്ഞ യുദ്ധമില്ല. മണ്ണിനോടും മനുഷ്യരോടും ലോകത്തോടും മല്ല് കെട്ടിയ ഷിജു പാസ്റ്റർ എന്ന ആള് യുദ്ധം നിർത്തി. മാരണം പോയി. അപ്പൊ ഈ കിടക്കുന്നോ? പറ. ബോഡി. ഷിജു പാസ്റ്റർ എന്ന പഞ്ചവർണ്ണ കിളി കുറെ കാലത്തേക്ക് താമസിച്ചൊരു കൂട്. ആ കൂട് വിട്ടിട്ട് ആ പഞ്ചവർണ്ണ കിളി പറന്നുപോയി. ഈ കിടക്കുന്നത് വെറും കൂടാ. ഇവനല്ല ബലപ്പെടേണ്ടത്, അകത്തുള്ളവനാ ബലപ്പെടേണ്ടത്. ആശയം മനസ്സിലാകുന്നവരൊക്കെ ഒന്ന് ശ്രോത്രം പറഞ്ഞാട്ടെ. ശ്രോത്രം. പറഞ്ഞ അകത്ത് മനുഷ്യൻ എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടണം. അവക്കെന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞു, അതുകൊണ്ട് നിർത്തുക. ഈ ശക്തിയോടെ ബലപ്പെടണം എന്നുള്ളതിന്റെ കറക്റ്റ് വാക്ക് സ്ട്രെങ്തൻ എന്ന് ഇംഗ്ലീഷിൽ കിടപ്പണം. ഞാൻ നിർത്തി കേട്ടോ, കോമ ഇടുന്നോണ്ട് പിണങ്ങല്. പറയേണ്ടതൊക്കെ കർത്താവ് പറഞ്ഞു, ബാക്കി എപ്പോഴേലൊക്കെ പറയാം. സ്ട്രെങ്തൻ എന്നാ കിടക്കുന്നത് ഇംഗ്ലീഷിൽ. കറക്റ്റ് സ്ട്രെങ്തൻ എന്നല്ല അവിടെ പറയേണ്ടത്, ഡൊമീനിയൻ എന്നാ കിടക്കുന്നത്. ഡൊമീനിയൻ എന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യൻ. ഡൊമീനിയൻ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആധിപത്യം. അകത്തെ മനുഷ്യൻ ആധിപത്യത്തോടെ ബലപ്പെടണം. അതാ കറക്റ്റ് വാക്ക്. ഏതാധിപത്യത്തിൽ? ദൈവാധിപത്യത്തിനകത്ത് ബലപ്പെടണം. ആശയം മനസ്സിലാവുന്ന? എങ്ങനെ ബലപ്പെടണം? യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ അകത്തെ മനുഷ്യൻ നമ്മുടെ ബലത്തിലാണ് നിൽക്കുന്നത്, ദൈവത്തിന്റെ ബലത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യൻ എങ്ങനെ ബലപ്പെടണം? പറ. ദൈവാധിപത്യത്തോടെ ബലപ്പെടണം. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് ശ്രദ്ധിച്ചെങ്കിൽ ഒരു വാക്കുകൂടെ ഉണ്ട് അവിടെ. ഒന്നാമത്തെ പ്രയർ മാറ്ററും രണ്ടാമത്തെ പ്രയർ മാറ്ററും ഇടയ്ക്ക് ഒരു ബ്രിഡ്ജിംഗ് വേർഡ് അവിടെ ഇംഗ്ലീഷ് വന്നു. സോ ദാറ്റ് എന്നൊരു വാക്കുണ്ട്. എന്നാ നോക്കി അറിയാം. സോ ദാറ്റ്. അങ്ങനെയാണെങ്കിൽ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ, ഏത്? ദൈവത്തിന്റെ തിയോക്രാറ്റിക്കൽ പവറിനകത്ത് ബലപ്പെട്ടാൽ, അടുത്ത വാക്ക് കിടക്കുന്നത് സോ ദാറ്റ് ക്രിസ്തു നിങ്ങളിൽ വാഴും. ക്രിസ്തു നിങ്ങളിൽ വാഴണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാഴ്ച ആറിലായിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞ കോപയിടാം. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ സിംഹാസനമായാൽ, നമ്മുടെ ഹൃദയം ദൈവിക രാജധാനിയായാൽ, രാജാവായവൻ വന്ന് അകത്ത് വാഴാനിടയായി തീരും. ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? പൗലോസ് പറഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? നമ്മൾ പ്രസംഗം എങ്ങും എത്തിയില്ല കേട്ടോ, എവിടൊക്കെയോ പറഞ്ഞു നിർത്തുക. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം എന്ന് പറഞ്ഞാൽ, എന്റെ കർത്താവേ, എന്റെ അകത്തെ മനുഷ്യൻ ദൈവാധിപത്യത്തിനൊന്ന് ബലപ്പെട്ട് ക്രിസ്തു എന്നിലൊന്ന് വാഴാനിടയാകണമെന്ന് നിങ്ങൾ ചോദിച്ചാൽ, ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ക്രിസ്തു നിങ്ങൾ വാഴാനിടയാകും. ആഗ്രഹിക്കുന്നവർ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ, ഒന്ന് പറഞ്ഞാട്ടെ, കർത്താവേ ക്രിസ്തുവിൽ ഒന്ന് വാഴാൻ, ഒന്ന് ബലപ്പെടത്തക്കവണ്ണം ദൈവകൃപയ്ക്കായി